Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ആംബുലൻസ് സർവീസ് എവിടെ വരെ എടുത്തു? വർക്ക്സ് വരെയല്ലേ എടുത്തത്? അതെ മാം. ഓക്കെ, അതിൽ ആ ഒരു 4 പോയിന്റ്സ് പറഞ്ഞു അല്ലേ? Yes, ma'am. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് പ്രൈമറി ഇൻഫർമേഷൻസ്? നമ്മൾ ആ ഒരു 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോ എന്തൊക്കെ പ്രൈമറി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണം ആ കോളർ വിളിക്കാനായിട്ട്? എന്തൊക്കെ ഇൻഫർമേഷൻസാ? കൃത്യമായ ലൊക്കേഷൻ അറിയിക്കണം. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താ വേണ്ടേ? എമർജൻസി ടൈപ്പ്, എമർജൻസി ആണെന്ന് അറിയിക്കണം. ഏത് തരത്തിലുള്ള എമർജൻസി ആണ് അറിഞ്ഞിരിക്കണം. തേർഡ് വൺ ഏതാ പറഞ്ഞത്? നമ്പർ ഓഫ് പീപ്പിൾ. എത്ര പേര് ആ ഒരു ഇൻസിഡന്റ് ഉൾപ്പെട്ടു അല്ലെ, അവരുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്? ഫോർത്ത് വൺ എന്താ നമ്മൾ പറഞ്ഞേ? വിളിക്കുന്നയാളുടെ പേരും ഫോൺ നമ്പറും നെയിമോ ഫോൺ നമ്പറും കൊടുക്കുക അല്ലെ, ലൊക്കേഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് emergency help sent through this process is expected to reach the site of the emergency in an average of 18 minutes. നമുക്കറിയാം ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തികളെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം ഒട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് നമ്മളൊരു എമർജൻസി ഹെൽപ്പ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ആ ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് ആ സ്ഥലത്തേക്ക് ഏകദേശം ഒരു ആവറേജ് 18 മിനിറ്റ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ആ സ്ഥലത്തേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പറയുന്നത് കേട്ടോ. ഒരു 18 മിനിറ്റിനുള്ളിൽ, ആവറേജ് 18 മിനിറ്റിനുള്ളിലെങ്കിലും ആ ഒരു ഹെൽപ്പ് നമുക്ക് ലഭ്യമായിരിക്കണം. കാരണം എന്താ, അവിടെ എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ആളെ ഇത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആംബുലൻസ് വിളിക്കുന്നത് അല്ലെ. അതേസമയം ആംബുലൻസ് വരാനായിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവര് മരണപ്പെട്ടു പോയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് പറയുന്നത് കേട്ടോ. ഒരു ആവറേജ് 18 മിനിറ്റിനുള്ളിലെങ്കിലും ഈ ഒരു സേവനം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് കൃത്യമായിട്ട് ലഭ്യമായിരിക്കണം. Then pre-hospital care will be given to patients who are transported to the nearest hospital. അല്ലെ, ആ നിയറസ്റ്റ് നമ്മുടെ ഏറ്റവും അടുത്ത ഏത് ഹോസ്പിറ്റലാണോ അവിടേക്കല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കെയർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. Then the service is generally free to patients. ഈ സർവീസ് 108 എന്ന് പറയുന്ന ഒരു ആംബുലൻസ് സേവനം പേഷ്യൻസിന് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. Then 108 is generally by the EMRI. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ EMRI അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തില്, നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ, ഇന്ത്യയിൽ ഒത്തിരി സ്റ്റേറ്റുകളുണ്ടല്ലോ. അപ്പൊ അതിൽ നമ്മുടെ കേരളം മാത്രമല്ല 10 സ്റ്റേറ്റുകൾ കൂടുതലും അവരുപയോഗിക്കുന്നത് ഏത് സർവീസ് ഉപയോഗിക്കുന്നുണ്ടെന്നാ പറഞ്ഞേ, 108 എന്ന് പറയുന്ന EMRI, അതായത് എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിൽ വരുന്ന അവർ നൽകുന്ന ഒരു സേവനമാണ് 108 108 എന്ന് പറയുന്ന ആംബുലൻസ് സേവനം. അപ്പൊ അവരുടെ ഈ EMRIയുടെ കീഴിൽ വരുന്ന ഈ 108 എന്ന് പറയുന്ന ഒരു സേവനം നമ്മുടെ ഇന്ത്യയില് 10-ൽ കൂടുതൽ സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഉപയോഗത്തിൽ നിലവിലുള്ളതാണ്. Then during an emergency situation, ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആദ്യം അറിയേണ്ടത്, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞിരുന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് പറയുന്നത്, during an emergency situation knowing what to do might save someone's life. അല്ലെ, എന്താണ് ആ ഒരു കൃത്യമായ സിറ്റുവേഷനിൽ എന്താണ് വ്യക്തമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരാളുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് സാധിച്ചേക്കാം. Then here are few tips on what you should tell the
emergency dispatcher while calling for an ambulance. അപ്പൊ ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഈ കോളർ ചില ടിപ്പുകൾ മനസ്സിൽ ആക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില ടിപ്പുകൾ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, എന്തൊക്കെയാണ് എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, കോളർ എങ്ങനെയുള്ളവരായിരിക്കണം? become and tell the emergency operator the details of the type of emergency. എപ്പോഴും എന്തായിരിക്കണം? കാം ആയിരിക്കുക, എന്താണ്? ശാന്തമായിരിക്കുക അല്ലെ. ഇപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ കോളർ ഭയങ്കര ടെൻഷനിലാണെങ്കിലോ അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന കോളർ എപ്പോഴും കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് വളരെ ശാന്തമായിരുന്നു കൊണ്ടായിരിക്കണം ഈ ഒരു കോളിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഏത് തരത്തിലുള്ള എന്താണ് എമർജൻസി ആണ് ഇവിടെ നമ്മുടെ ആ ഒരു സ്ഥലത്ത് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവരോട് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വളരെ ശാന്തമായിരുന്നു കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ആണ്, യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം ഓർ ഹെർ ദ അഡ്രസ് ടു വെയർ ദ ആംബുലൻസ് ഷുഡ് റീച്ച്. That include postal code. അതുപോലെ തന്നെ എന്താണ് ആവശ്യപ്പെടേണ്ടത് അവരോട്? ആ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കണം. ഏത് സ്ഥലത്താണോ എമർജൻസി സർവീസ് ആവശ്യമായിട്ട് വരുന്നത് അവരുടെ ആ ഒരു കൃത്യമായ സ്ഥലത്തിന്റെ അഡ്രസ്സും പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ അവർക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുക. തേർഡ് വൺ ആണ്, യുവർ ഫോൺ നമ്പർ മേ ഓൾസോ ബി ഇൻക്വയർഡ് ഫോർ ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻസ്. അല്ലെ, ഇപ്പൊ നമ്മുടെ ഫോൺ നമ്പർ എന്താണ്? അവര് ചിലപ്പോ അന്വേഷിക്കാം, അല്ലെങ്കിൽ അവർ എൻക്വയറി ചെയ്യാൻ എന്താ ആരായിരിക്കും ചോദിക്കുക അല്ലെ. അപ്പൊ അവർ ചോദിക്കുകയാണ്, നമ്മുടെ ഫോൺ നമ്പർ അവർ ചോദിക്കുകയാണ്, കോളർ വിളിക്കുന്ന കോളറിന് ചോദിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഫോൺ നമ്പർ പേരൊക്കെ കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻ അല്ലെ, കൃത്യമായിട്ടുള്ള ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് അവർക്ക് നമ്മുടെ ആ വിളിക്കുന്ന കോളറിന്റെ ചിലപ്പോൾ നമ്പറും പേരും ഒക്കെ അവർ ചോദിച്ചെന്ന് വരാം. അപ്പൊ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ്, ഹി ഓർ ഷീ വിൽ ഓൾസോ നീഡ് ദ പേഷ്യൻസ് ഏജ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് നമുക്ക് പരിചയമുള്ള ഒരാളാണ്, അപ്പൊ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പൊ നമുക്ക് സീരിയസ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ആംബുലൻസ് സേവനം വിളിച്ചു. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുകയാണ്, ആ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഏകദേശം എത്ര ഏജ് ആയിട്ടുണ്ടെന്ന് അറിയെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അവരുടെ സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവരെന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി, അതായത് ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസ് വന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർ മുൻപ് ഹാർട്ട് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിൽ ഇരുന്നവരാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നതാണോ എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? അവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. യു മൈറ്റ് റീകളക്ട്, അതായത് അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ വിളിക്കുന്ന വ്യക്തിക്ക് അത് റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റികളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ ഓർമ്മയിൽ അത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് എന്ത് ചെയ്യാൻ? പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അതേസമയം നമ്മളെ പെട്ടെന്ന് കാണുന്ന ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ കുറിച്ചുള്ള മറ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. ഏകദേശം അവരുടെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഏകദേശം ഒരു പ്രായ പരിധി അല്ലെ, ഒരു ഏകദേശം റേഞ്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആംബുലൻസ് സേവനം അവർക്ക് ഇവിടേക്കും വിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫിഫ്ത് പോയിന്റ് നോക്കിയത്, ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ്. അതുപോലെ ആ വരുന്ന ആക്സിഡന്റ് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻ ഉള്ള പേഷ്യൻസിന് നിലവിൽ ഇപ്പോ ബ്ലീഡിങ്ങുകൾ ഉണ്ടോ, നിലവിൽ ഇപ്പോ അവർ ബ്ലഡ് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് കണ്ടീഷൻ ഉണ്ടോ. അതുപോലെ തന്നെ ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്, അവര് ബോധവാന്മാരാണോ, അല്ലെങ്കിൽ ബോധാവസ്ഥയിൽ തന്നെയാണോ, അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണോ, നിലവിൽ ഇപ്പോ അവര് ബോധവാന്മാരാണെങ്കിൽ ബോധാവസ്ഥയിൽ ഇരിക്കുന്നവരാണോ. അതുപോലെ ഹാർട്ട് ചെസ്റ്റ് പെയിൻ, അവർക്ക് എന്തെങ്കിലും നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ. ആൻഡ് ബ്രീത്തിങ്, അതായത് അവർക്ക് നെഞ്ചുവേദന അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അവരോട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഫംഗ്ഷണൽ ടൈപ്പ് ആംബുലൻസ് പഠിച്ചില്ലേ. ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള കേസുകളുള്ളവർക്ക് അതിന്റെ പ്രത്യേകമായിട്ടുള്ള ആംബുലൻസ് ടൈപ്പ്
പഠിച്ചത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏത് കറക്റ്റ് ആയിട്ട് ആ ലൊക്കേഷനിലേക്ക് ഏത് വിടണം, അതായത് ഒരെണ്ണം വന്നിട്ട് അത് പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമയം പിന്നെയും പോവുമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്, അത് അവർക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റാഫിനെയും എക്യുപ്മെന്റ്സിനെയും ഉൾപ്പെടുത്തിയുള്ള ഏത് ആംബുലൻസ് ടൈപ്പ് ആണോ വേണ്ടത് അത് ഈ സ്ഥലത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വിളിക്കുന്ന എന്താ പറയേണ്ടത്, ആ പേഷ്യന്റിന് നിലവിൽ എന്തെങ്കിലും ബ്ലീഡിങ് കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിലവിൽ അപ്പൊ അവർക്ക് നെഞ്ചുവേദനയോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ തോന്നുന്നുണ്ടോ, അവരിപ്പോഴും ബോധാവസ്ഥയിൽ തന്നെയാണോ അതോ അബോധാവസ്ഥയിലാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. ലാസ്റ്റ് വൺ ആണ് യു വിൽ ഓൾസോ ബി ഡിമാൻഡഡ് ടു മേക്ക് ക്ലിയർ ദ ടൈപ്പ് ഓഫ് ഇഞ്ചുറി, അതുപോലെ ഒരു എമർജൻസി ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്, അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് ഏത് തരത്തിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ എമർജൻസി ആണ് ഇവിടെ ഉള്ളത്, അതെങ്ങനെ എത്രയും വേഗം ക്ലിയർ ചെയ്യാനുണ്ട്, അത് എത്രയും വേഗം ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ എത്രയും വേഗം എത്തണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യപ്പെടണം. അതുകൂടാതെ തന്നെ ആ ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള കാരണം, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇപ്പൊ അവിടെ ഒരു ഇൻസിഡന്റ് നടന്നു അല്ലെ, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു ആക്സിഡന്റ് നടന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഇപ്പൊ ഒരു എമർജൻസി ടൈപ്പ് ആണ്, ഇപ്പൊ പറയാണ് എന്ത് എമർജൻസി ടൈപ്പ് ആണ് നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണ് നടന്നത്, അതിലിങ്ങനെ ഇത്ര പേര് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർ ഇന്നൊരു കാരണം കൊണ്ടാണ് അത് സൂയിസൈഡ് ആണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കാനുണ്ടായ കാരണം ണെങ്കിൽ ആ കാരണം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എമർജൻസി അല്ലെങ്കിൽ എന്ത് ഇഞ്ചുറി ആണ് അവർക്ക് തന്നിരിക്കുന്നത്, ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വളരെ വ്യക്തമായിട്ട് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് എത്രയും വേഗം വരാനായിട്ട് അവരോട് എന്ത് ചെയ്യണം, ആവശ്യപ്പെടണം. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു 6 പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് ഏതുവരെ ബന്ധപ്പെട്ടാണ്, ആ കോളർ 108 വിളിക്കുന്ന സമയത്ത് കോളർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ്. അതിന് ഫസ്റ്റ് വൺ പറഞ്ഞ എന്താണ്, എപ്പോഴും കാമായിട്ട് അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് വളരെ ശാന്തമായി ഇരുന്നുകൊണ്ടായിരിക്കണം ആ കോള് വിളിക്കേണ്ടത്. വിളിക്കുന്ന സമയത്ത് എന്താ ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണ് അവിടെ ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് പറഞ്ഞ എന്താ, ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് അവരോട് എന്താ ആവശ്യപ്പെടേണ്ടത്, ആ കൃത്യമായിട്ടുള്ള അഡ്രസ്സും പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരാനായിട്ട് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. മൂന്നാമത്തത് എന്താ പറഞ്ഞത്, ആ വിളിക്കുന്ന കോളറിന്റെ ഫോൺ നമ്പറും പേരുകളും അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകുക. അതെന്തിനു വേണ്ടിയിട്ട്, ആ കറക്റ്റ് ലൊക്കേഷനിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർത്ത് വൺ എന്താ പറഞ്ഞത്, ആ വ്യക്തികളുടെ ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ഉൾപ്പെട്ട് ആ വ്യക്തിയുമായി നമുക്ക് എന്തെങ്കിലും പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപ് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് മറ്റെന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവരാണോ, അതുപോലെ അവർക്ക് മെയിലാണോ ഫീമെയിൽ ആണോ, സെക്സ് ചെയ്താണോ മെയിലാണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ അവരുടെ ഏകദേശ ഒരു പ്രായപരിധി എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അവരോട് പറഞ്ഞു കൊടുക്കുക. ഫിഫ്ത്ത് വൺ എന്താ പറഞ്ഞത്, ആ നിലവിൽ ഇപ്പൊ ആ എമർജൻസി സിറ്റുവേഷൻ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവർക്ക് നിലവിൽ ബ്ലീഡിംഗ് ഉണ്ടോ, അവർക്ക് ചെസ്റ്റ് പെയിനോ അതുമായി ബന്ധപ്പെട്ട ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, കോൺഷ്യസ് ആണോ, അവർ ബോധവാന്മാരാണോ, ഇപ്പൊ അവരുടെ ബോധാവസ്ഥയിൽ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ പറയേണ്ടത്, എത്രയും വേഗം ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ആ ഒരു സംഭവം നടക്കാനുണ്ടായ കാരണം അറിയുകയാണെങ്കിൽ അതും കൂടി അവരോടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി അവിടെ നടന്നിരിക്കുന്ന ആ ഒരു എമർജൻസി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവർക്ക് ഒരു ഏകദേശ രൂപം കിട്ടുകയും അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ആംബുലൻസ് ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്ഥലത്തേക്ക് അവരെന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ ഈ ഒരു ഭാഗം? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ക്രൂയിങ്. ക്രൂയിങ് എന്ന് പറയുമ്പോൾ ഏതാ, ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജീവനക്കാരും അല്ലെ, അതാണ് ക്രൂയിങ്ങിൽ വരുന്ന കേട്ടോ, ആംബുലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവനക്കാർ. There are different levels of qualification that the ambulance crew may hold, from holding the formal qualification
to having a fully qualified doctor on board. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഒത്തിരി ജീവനക്കാരുണ്ട് അല്ലെ. ആംബുലൻസിനുള്ളിൽ വരുന്നവർ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും ഈ ഒരു ക്രൂവിൽ വരുന്നതാണ്. അപ്പൊ അത് ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ തുടങ്ങി നമ്മുടെ ഒരു ഡോക്ടറുടെ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ വരെ വരുന്ന ആളുകൾ ഈ ഒരു ബോർഡിലും ഇൻക്ലൂഡഡ് ആണ്. ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് ഒരു നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ മുതൽ ഒരു ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ വരെയും ഈ ഒരു ആംബുലൻസ് സ്കൂളിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. Then most ambulance services requires at least 2 crew members to be on every ambulance, one to drive and one to attend to the patient. So നമ്മുടെ ഏതൊരു ആംബുലൻസ് സർവീസ് എടുത്താലും അവിടെ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും ആ ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ആ ഓരോ ആംബുലൻസിനും 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ്? വൺ ടു ഡ്രൈവ് അല്ലെ. ആ ഒരു വാഹനം ഓടിക്കാനായിട്ട് നമുക്ക് ഒരാൾ വേണ്ടേ? അല്ലാന്നുണ്ടെങ്കിൽ ആ വാഹനം മുന്നോട്ട് പോകുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാൾ എന്തിനു വേണ്ടിയാ? ഡ്രൈവ് ചെയ്യാനായിട്ട്. മറ്റൊരാൾ എന്തിനു വേണ്ടിയാ? വൺ ടു അറ്റൻഡ് ടു ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ആള് വേണം. അപ്പൊ ഏതൊരു ആംബുലൻസ് എടുത്താലും അതിൽ ഏതൊരു ഇപ്പൊ വലിയ വലിയ ആംബുലൻസുകൾ അഡ്വാൻസ്ഡ് ആംബുലൻസിലാകുമ്പോൾ ആളുകളുടെ എണ്ണം കൂടും. അതേസമയം ബേസിക് ആയിട്ടുള്ള ഏതൊരു ആംബുലൻസ് എടുത്ത് നോക്കിയാലും അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പർ എങ്കിലും ആ ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അതിൽ ഒരാൾ ആ വാഹനം ഓടിക്കാനായിട്ടുള്ളത്, മറ്റൊരാള് ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് സർവീസിൽ ഉണ്ടായിരിക്കും. അത് ഓരോ ആംബുലൻസ് ടൈപ്പിനനുസരിച്ച് ആ 2 കൂടുതൽ ആവാം. അത് ഓരോ കണ്ടീഷൻ, പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയുള്ള പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യണേ എന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ആ ക്രൂ മെമ്പേഴ്സും അതിൽ അവരുടെ കുറച്ച് ക്വാളിഫിക്കേഷൻ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 10 ക്രൂ മെമ്പേഴ്സിനെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം കൂടിയാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണ് ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ? ആരൊരു ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞേ? ഫസ്റ്റ് റെസ്പോണ്ടർ അവർ ചെയ്യുന്ന പ്രധാന ജോലി എന്തായിരിക്കും? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോ തന്നെ പേരിൽ നിന്ന് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുമ്പോ പ്രധാനമായിട്ട് അവർ എന്തായിരിക്കും ചെയ്യാ? അതെ, ആക്സിഡന്റ് ആദ്യം കാണുന്നത്, അതായത് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തി അല്ലെ, ആദ്യമായിട്ട് എത്തുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി എന്താ? ഒരു പ്രധാനമായിട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ? ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ആ എമർജൻസി സിറ്റുവേഷനിൽ അവർക്ക് നൽകുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് പോലുള്ള CPR, അതെ വെരി ഗുഡ്, CPR പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ ചെയ്യുന്നത്. എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദി സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ആ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അവർ ചെയ്യേണ്ട പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡുകളിൽ പ്രഥമ ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ്. ആൻഡ് ദോസ് ജോബ് ഈസ് ടു ഗിവ് ഏർലി ക്രിട്ടിക്കൽ കെയർ അല്ലെ. നമുക്ക് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ, ഏർലി ക്രിട്ടിക്കൽ കെയർ. അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. എ പേഴ്സൺ who reaches first at the scene of an incident. ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തേണ്ട വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അവരുടെ ജോബ് എന്താണ്? ഏർലി ക്രിട്ടിക്കൽ കെയർ നൽകുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ ആ ഒരു നിലവിലെ കണ്ടീഷൻ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CPR അല്ലെ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, ഈ CPR ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ CPRന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അത് ആ ഒരു സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. CPR ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലേ? സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഫിലിംസില് CPR കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ CPR കൊടുക്കുക. അതുപോലെ തന്നെ ഓർ അപ്ലൈയിങ് ആൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ, ദാറ്റ് ഈസ് AED. എന്താണ് ഡീഫൈബ്രിലേറ്റർ? ഡീഫൈബ്രിലേറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ ഡീഫൈബ്രിലേഷൻ? മറന്നുപോയോ?
Defibrillation. എന്തിനാ defibrillation? ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കാൻ അല്ലെങ്കിൽ ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ അല്ലെ, അങ്ങനെയല്ല ശരിക്കും കൃത്യമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഹാർട്ടിനെ റെസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ഹാർട്ടിനെ പുനരാരംഭിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ നെയിം ആണ് കേട്ടോ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ അല്ലെങ്കിൽ AED എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ അതായത് നമ്മൾ CPR കൊടുത്തു കഴിഞ്ഞിട്ടും അവർ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ഈ AED യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഹാർട്ടിനെ പുനരാരംഭിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള വ്യക്തികളായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് റെസ്പോണ്ടർ may be sent by the ambulance service. ഇനി ഈ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ആരായിരിക്കും? ഇന്നൊരു വ്യക്തിയാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു കൃത്യമായിട്ട് ഒരു പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഫസ്റ്റ് റെസ്പോണ്ടറിന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരാളാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് തരുന്നത് ആർക്കും അല്ലെ, അതിൽ സ്കിൽഡ് ഉള്ള ആർക്കും നമുക്ക് ഫസ്റ്റ് എയ്ഡുകൾ തരാം അല്ലെ. ഇപ്പൊ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് CPR ആണെങ്കിലും AED ഒക്കെ ആണെങ്കിൽ കൂടി അത് ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് ലഭിച്ച ഏതൊരു വ്യക്തിക്കും നമുക്കത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ആർക്കാണോ ഇതിനുള്ള ട്രെയിനിങ് കിട്ടി അല്ലെങ്കിൽ ഇതിനുള്ള സ്കില്ലുള്ളത്, അവർക്ക് എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു വ്യക്തി എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടറിനെ പറയാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് റെസ്പോണ്ടർ ആരും ആവാം. ഒരു എമർജൻസി ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു വ്യക്തി വരുന്ന ആ ഒരു വ്യക്തിയാവാം ചിലപ്പോൾ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിലോ മേ ബി പാസേഴ്സ് ബൈ, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന, അതിലൂടെ അല്ലെങ്കിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ കാഴ്ചക്കാരായി നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള സ്കില്ലുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രെയിനിങ് ലഭിച്ചവർക്ക് ഈ ഒരു CPR പോലെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മേ ബി ഡിസ്പാച്ച്ഡ് ടു ദ സീൻ ഫ്രം അതർ ഏജൻസീസ്, അതായത് മറ്റേതെങ്കിലും അത്യാഹിത നിലയിൽ അടിയന്തര സഹായവുമായി ബന്ധപ്പെട്ട് മറ്റ് ഏജൻസികളിൽ നിന്ന് വരുന്ന ആളുകൾ. അത് ഏതൊക്കെയാണ്? സച്ച് ആസ് ദ പോലീസ് ഓർ ഫയർ ഡിപ്പാർട്ട്മെന്റ്. പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർക്ക് അവരുടെ അറിയാലോ, അവരുടെ ട്രെയിനിങ് സമയത്ത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇവരാണ് ആദ്യം വരുന്നതെങ്കിൽ അവർക്ക് ആ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ആയി നിന്നുകൊണ്ട് കൊടുക്കാവുന്നതാണ്. ഇനി ആ സംഭവ സ്ഥലത്ത് ആരാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആദ്യം എത്തുന്ന ആളെയാണ് നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ, അല്ലെങ്കിൽ ആദ്യം എത്തുന്ന ആ സംഭവ സ്ഥലത്തെത്തി ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളെയാണ് നമുക്ക് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആ സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് എത്തുന്ന വ്യക്തിയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടി അവരെന്താ കൊടുക്കുന്നത്? ഏർലി ക്രിട്ടിക്കൽ കെയർ. ആദ്യം നമുക്ക് എന്താണ്, വളരെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനാണെങ്കിൽ കൂടിയും അവർക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുക്കാൻ സ്കില്ലുള്ളവരായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അതായത് CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ഒക്കെ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളവര്. ഇനി അത് കൊടുത്തിട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഹാർട്ടിനെ റെസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് അത് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്നവരാവാം, അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാവാം, അല്ലെന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഏജൻസികളിൽ നിന്ന്, പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റുകൾ പോലെയുള്ള ഏജൻസികളിൽ നിന്നും വന്നിരിക്കുന്നവരും ആവും. അങ്ങനെ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനായിട്ട് ആദ്യം ആ സംഭവ സ്ഥലത്ത് എത്തുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ ആണോ? ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി എന്തായിരിക്കും? ഡ്രൈവ് ചെയ്യുക അല്ലെ, ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയല്ലേ. അത് തന്നെ ആംബുലൻസ് ഡ്രൈവറുടെ ഇവിടുത്തെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Some services employ staff without any qualification or just basic first training whose work is to simply drive the vehicle.
പറയുമ്പോൾ ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ഡ്യൂട്ടി, അതായത് മറ്റ് സ്റ്റാഫുകളെ പോലെ അത്ര വലിയ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫീൽഡില് ആംബുലൻസ് ഡ്രൈവറിന് ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ജസ്റ്റ് ഒരു ബേസിക് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മറ്റു ട്രെയിനിങ്ങുകളോ മെഡിക്കൽ കെയറുകൾ കൊടുക്കേണ്ടതായിട്ട് പരമായിട്ടുള്ള മറ്റു ട്രെയിനിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ആംബുലൻസ് ഡ്രൈവറിന് ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് സിംപ്ലി എന്ത് ചെയ്യുക, ആ ഒരു ആംബുലൻസ് വാഹനം ഓടിക്കുക എന്നത് മാത്രമാണ്. ആംബുലൻസ് ഡ്രൈവേഴ്സ് മേ ഓൾസോ ഹാവ് ട്രെയിനിങ് ഇൻ യൂസിംഗ് ദ റേഡിയോ ആൻഡ് നോയിങ് വെയർ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദി ആംബുലൻസ്. ഇനി ഈ ഒരു ആംബുലൻസ് ഡ്രൈവറിന് എന്തിന് ട്രെയിനിങ് കൊടുത്തിരിക്കണം? അതായത് ഇപ്പൊ നമ്മൾ 2-way റേഡിയോ ഒക്കെ പഠിച്ചില്ലേ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ആ ഒരു ആംബുലൻസ് ഓടിക്കുന്ന ആ ഒരു ഡ്രൈവറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൂടുതലും. അപ്പൊ ആ ആംബുലൻസ് ഡ്രൈവറിന് ഇത് ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞില്ലെങ്കിലോ അത് പ്രശ്നമാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവറിന് ഇങ്ങനെയുള്ള 2-way റേഡിയോ പോലെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ വർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ആ ഒരു ആംബുലൻസ് ഡ്രൈവറിന് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞതാണ് നോയിങ് വെയർ മെഡിക്കൽ സപ്ലൈസ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസ്. ആംബുലൻസിൽ എവിടെയാണ് മെഡിക്കൽ സപ്ലൈ, മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ പോകുന്ന സമയത്ത് ഒരു യാത്രാമധ്യേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന ആ ആംബുലൻസ് സ്റ്റാഫ് പറയാണ് ഇന്ന ഐറ്റം ഒന്ന് എടുത്തു തരുമോ എന്ന് ആംബുലൻസ് ഡ്രൈവറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ആംബുലൻസ് ഡ്രൈവറിന് ഈ ആംബുലൻസിനുള്ളില് മെഡിക്കൽ സാധനങ്ങൾ ഓരോന്നും എവിടെയാണ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനുള്ള ബേസിക് ട്രെയിനിങ്ങുകൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അല്ലാതെ വലിയ രീതിയിലുള്ള ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആംബുലൻസ് ഡ്രൈവറിന് ഉണ്ടായിരിക്കില്ല. അവരുടെ പ്രധാന ഡ്യൂട്ടി ആ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൂടാതെ ആംബുലൻസിലുള്ള 2-way റേഡിയോ പോലെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ആംബുലൻസ് ഡ്രൈവറിന് ട്രെയിനിങ്ങുകൾ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആംബുലൻസിൽ ഈ മെഡിക്കൽ സപ്ലൈസ് എവിടെയാണ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആംബുലൻസ് ഡ്രൈവറിന് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ ആംബുലൻസ് ഡ്രൈവർ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതിയായിട്ട് നിങ്ങള് നോക്കിയേ. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒരു നോൺ എമർജൻസി കണ്ടീഷനിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യാനുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് പേഷ്യൻസിനെ ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള അല്ലെ, അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ്. This role has different levels of training across the world, but these staff are commonly only needed to carry out patient transport duties, which can include structure or wheelchair cases rather than acute care. ഇവിടെ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ആ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ ആ പേഷ്യന്റ് സ്ട്രക്ചറിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള കേസിലുള്ള പേഷ്യൻസ് ആയിരിക്കും. എന്നാൽ കൂടി അവരുടെ കണ്ടീഷൻ എങ്ങനെയല്ല, എമർജൻസി കണ്ടീഷൻ അല്ലാത്തവരാണ് ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത അല്ലെങ്കിൽ ഒരു തീവ്ര അക്യൂട്ട് കെയർ എന്ന് പറയുന്നത് ഒരു തീവ്ര പരിചരണം കൊടുക്കേണ്ടി വരാത്ത പേഷ്യൻസിനെ എന്ത് ചെയ്യുക? സ്ട്രക്ചറിലുള്ള പേഷ്യൻസ് കൊണ്ടുപോകുന്ന പേഷ്യൻസ് ഉണ്ടാവാം, വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. അവർക്കൊരു നോൺ എമർജൻസി കെയർ ആണ് വേണ്ടത്. വളരെ അർജന്റ് ആയിട്ടുള്ള കെയർ ഒന്നും അവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ജസ്റ്റ് നമ്മൾ ഓൾറെഡി പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യുക? ഡയാലിസിസ് സെന്ററിലേക്കോ മറ്റു മെഡിക്കൽ ഫെസിലിറ്റിക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അവർ ആ ഒരു പേഷ്യൻസിനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
depends on provider. They may be instructed in first aid or extended skills such as use of an AED, oxygen therapy, and other life-saving or palliative skills. അപ്പൊ നമുക്കറിയാം ഈ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടിയാണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇൻ കേസ് ചില സമയങ്ങളില് ഇവരോട് ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള, അതായത് ഇപ്പൊ AEDയോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ മറ്റു CPR കൊടുത്തിട്ടും പറ്റാത്തവരാണെങ്കിൽ AEDയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. They may give emergency cover when other units are not obtainable. എങ്ങനെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇവരോട് അത് ചെയ്യാൻ നിർദ്ദേശിക്കാറുള്ളത്? അതായത് ആ കൊണ്ടുപോകുന്നത്, അതായത് ഒരു അർജന്റ് ആയിട്ടുള്ള കെയർ ഉള്ള പേഷ്യന്റിനെ ഒന്നുമല്ല കൊണ്ടുപോകുന്നത്, നോൺ അർജന്റ് കെയർ ഉള്ള ഒരു പേഷ്യന്റിനെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്ന സമയത്ത് മറ്റ് ആരും, അതായത് ഈ ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനായിട്ട് മറ്റാരും ആ സമയത്ത് സിറ്റുവേഷനിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആരോട് നിർദ്ദേശിക്കാറുണ്ട് ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്? ഈ നോൺ എമർജൻസി അറ്റൻഡന്റിനോട് പറയാറുണ്ട്. അതുപോലെ തന്നെ when accompanied by a fully qualified technician or paramedic, fully qualified ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിന്റെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരവും ചില സമയങ്ങളിൽ മാത്രം ഈ നോൺ എമർജൻസി അറ്റൻഡൻസിന് ഇതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡുകളോ അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പിയോ AED ഉപയോഗിച്ചുള്ള തെറാപ്പിയോ ഒക്കെ പേഷ്യൻസിന് കൊടുക്കേണ്ടി വരാറുണ്ട്. അല്ലാത്ത പക്ഷം എപ്പോഴും അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ്. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രം അവരോട് ചില സമയങ്ങളിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അത് മറ്റാരും അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാരാമെഡിക്കിന്റെയോ അല്ലെങ്കിൽ ടെക്നീഷ്യന്റെയോ ഒക്കെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. അല്ലാത്ത പക്ഷം എപ്പോഴും അവർക്ക് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതായത് നോൺ അർജന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി മാത്രമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. എമർജൻസി കെയർ അസിസ്റ്റന്റ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, എമർജൻസി കെയർ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹായികൾ അല്ലെ. നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത് സഹായിക്കാനായിട്ട് നിർത്തുന്നവർ അല്ലെ. അപ്പൊ ഇവരുടെയും ജോലി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്. ഇനി ആരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫ്രണ്ട്ലൈൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹു അറൈവ് അറ്റ് ഒക്യുറൻസ് ഇൻ ബോത്ത് എമർജൻസി ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ആംബുലൻസ് ഡ്രൈവർ എങ്ങനെയാണ്, മുൻനിര ആംബുലൻസ് ഡ്രൈവേഴ്സ് അവരൊരു എമർജൻസി സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ഒരു നോൺ എമർജൻസി സിറ്റുവേഷൻ ആണോ ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. അവർ ജസ്റ്റ് എന്താണ് ആ ഒരു ആംബുലൻസിൽ വരുന്ന പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അവർ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ എമർജൻസി കെയർ അസിസ്റ്റന്റുകളും. അവരൊരു എമർജൻസി കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ നോൺ എമർജൻസി കണ്ടീഷൻ ആണോ എന്ന് നോക്കില്ല, മറിച്ച് അവരെന്താ ചെയ്യുന്നത് is to help the technician or paramedic. ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്കിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് they are working with carry out their duties such as making up medications, setting up fluids, but not attaching or doing simple observations. അപ്പൊ എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ അസിസ്റ്റന്റുകളാണ് അല്ലെങ്കിൽ ആരുടെ സഹായികളാണ്? അവിടെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെ സഹായികളാണ് എമർജൻസി കെയർ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. അവര് ഈ ടെക്നീഷ്യൻസും പാരാമെഡിക്സും ഒക്കെ ചെയ്യുന്ന വർക്കുകളിൽ ഇൻവോൾവ് ആയി അവരെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ചെയ്യും? അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്യൂട്ടിയിൽ അവര് എന്താണ് ഈ പാരാമെഡിക്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ മിക്സ് ചെയ്തൊക്കെ ചിലപ്പോ റെഡിയാക്കേണ്ടതായിട്ട് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ലിഞ്ചുപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, അതായത് സെറ്റിംഗ് അപ്പ് ഫ്ലൂയിഡ്സ് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം സജ്ജമാക്കി നൽകുക എന്നുള്ളത് മാത്രമാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ അസിസ്റ്റന്റിന്റെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. അല്ലാതെ ബട്ട് നോട്ട് അറ്റാച്ചിങ്, അതായത്
ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനോ കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് അനുവാദമില്ല. മറിച്ച് ഈ ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക് പറയുന്നതിനനുസരിച്ച് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് നൽകുക എന്നുള്ള സഹായം മാത്രമാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ ചെയ്യുന്നത്. അപ്പം അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ സഹായം ആരുടെ സഹായമാണ്? ടെക്നീഷ്യന്റെയും പാരാമെഡിക്സിന്റെയും ഒക്കെ സഹായിക്കുന്ന അവരുടെ ജോലിയിൽ അവരെ സഹായിക്കുന്ന ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് അവർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് അവർ ബേസിക് ആയിട്ട് ആ പേഷ്യന്റ് പോകുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരാണെങ്കിൽ അതിൽ പാരാമെഡിക്കൽ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനോട് അറിയിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്നുകളൊക്കെ മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരോട് കൃത്യനിർദ്ദേശം അനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി നൽകുക. എല്ലാം സജ്ജീകരിച്ച് വ്യക്തമായിട്ട് ആ ഒരു ആംബുലൻസിനുള്ളിൽ സജ്ജീകരിച്ച് നിർത്തുക എന്നുള്ളതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ ഇവിടെ ടെക്നീഷ്യൻ ആയി, അവിടെ ഏതായിരുന്നു? അസിസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ അത് ടെക്നീഷ്യൻ ആയിട്ട് മാറി. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതൊരു എമർജൻസി കേസ് വരുമ്പോഴോ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്കിൽ ഉള്ളവരായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. എപ്പോഴും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ ടെക്നീഷ്യൻസ് ആർ generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splinting of suspected fractures, helping the patient with some medications and oxygen therapy. അപ്പൊ നമ്മുടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടികളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവരുടെ ജോലിയാണ് പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് വരുന്നത് കേട്ടോ. അപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് പറയുന്നത് അവർ കുറച്ചും കൂടി എമർജൻസി കേസുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് പറയുന്നത്. അതിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളാണ് പറയുന്നത്. ഏതൊക്കെ സ്കില്ലുകളാണ് അവർക്ക് ഉണ്ടാവേണ്ടത്? എമർജൻസി കെയർ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സ്കില്ലുകൾ ഈ ടെക്നീഷ്യൻ ഉണ്ടായിരിക്കുക എന്നാ പറഞ്ഞേ? സച്ച് ആസ് ഡീഫൈബ്രിലേഷൻ ചെയ്യാനായിട്ട്, നമ്മുടെ ആ ഒരു ഹാർട്ട് റെസ്യൂം ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഡീഫൈബ്രിലേഷൻ മെഷീനുകൾ യൂസ് ചെയ്യാനായിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയാം, മിനിമൈസ് ദ മൂവ്മെന്റ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന്റെ ആ ഒരു മൂവ്മെന്റിനെ മിനിമൈസ് ചെയ്യാൻ, ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചലമാക്കുക. നമുക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ നട്ടലുമായി ബന്ധപ്പെട്ട ഇഞ്ചുറി വന്ന പേഷ്യൻസ് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? ഒട്ടുമനക്കാതെ ഒട്ടുമനക്കാതെ അവരുടെ ആ ഒരു സ്പൈനൽ കോഡിന് യാതൊരു രീതിയിലുമുള്ള ചലനങ്ങളും ഉണ്ടാവാതെ ആ ഒരു മൂവ്മെന്റ് ഒക്കെ വളരെ കുറച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് അവരെ പേഷ്യൻസിനെ എന്ത് ചെയ്യേണ്ടത്? ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ആർക്കും കഴിവുണ്ടായിരിക്കണം? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്ലീഡിംഗ് കൺട്രോൾ. ഇനി ആ പേഷ്യൻസ് നിലവിൽ ചില പേഷ്യൻസിന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ആ ബ്ലീഡിങ്ങിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഈ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്ടഡ് ഫ്രാക്ചേഴ്സ്. സസ്പെക്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംശയാസ്പദമായിട്ടുള്ള ഇപ്പൊ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ നടന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഒരാളെ വീണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൈക്കും കാലിനും ഒക്കെ ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ ഉണ്ടാവാം. അപ്പൊ അത് നമുക്കൊരു എന്താണ്? സംശയമാണ് സസ്പെക്ടഡ് ആണ്, നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാലല്ലേ അത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അതേസമയം നമുക്ക് ഒരു ഏകദേശ രൂപമുണ്ട്, ചിലപ്പോ അവരുടെ ഇങ്ങനെ കൈക്കും കാലിനും പൊട്ടലുകൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു വ്യൂവിലാണ് നമ്മളത് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ആ പേഷ്യൻസിനെ സ്പ്ലിന്റിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക. അതിനകത്താതെ വളരെ അതിന്റെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ട് ആ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും ആര് സ്കില്ലുള്ളവരായിരിക്കണം? ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നൽകാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ തെറാപ്പി ഒക്കെ കൊടുക്കാനായിട്ടും സ്കില്ലുള്ളവരായിരിക്കണം ഈ എമർജൻസി മെഡിക്കൽ
technician. Emergency medical technician എന്തൊക്കെയാ പറഞ്ഞത്? Technicians are generally able to do a wide range of emergency care skillകൾ. ഒത്തിരി എമർജൻസി കെയർ സ്കില്ലുകൾ ഉള്ളവരായിരിക്കണം ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എന്താണ്? ഡീഫൈബ്രിലേഷൻ ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പൈനൽ കോഡ് ഇമ്മൊബിലൈസേഷൻ, സ്പൈനൽ കോഡിന് വരുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ, ഇഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ വളരെ അനക്കാതെ അല്ലെ മൂവ്മെന്റ് ചെയ്യണം. ആ ഒരു സ്പൈനൽ കോഡിന്റെ മൂവ്മെന്റ് മിനിമൈസ് ചെയ്യാൻ കുറച്ചുകൊണ്ട് അവരെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കണം. അതുപോലെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കണം. സസ്പെക്റ്റഡ് ഫ്രാക്ചർ, എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള പൊട്ടലുകളോ ഫ്രാക്ചറുകൾ പോലെയുള്ളവയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കണം. അതുപോലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനും ഓക്സിജൻ തെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. certain countries split this term into levels. ചില കൺട്രികൾ ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ 2 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സച്ച് ആസ് ഇൻ യുഎസില് എന്ന് പറയുന്നത് EMT ബേസിക് ആൻഡ് EMT ഇന്റർമീഡിയറ്റ്. EMT എന്നാണ് കേട്ടോ. EMT ബേസിക് ആൻഡ് EMT ഇന്റർമീഡിയറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ചില കൺട്രികളിൽ ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെ തന്നെ 2 ലെവലുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് ലെവൽ വരുന്നതാണ് EMT ബേസിക്. ബേസിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ ഉള്ള ആളുകളെയാണ് എമർജൻസി ബേസിക് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഈ എമർജൻസി ഇന്റർമീഡിയറ്റ് ടെക്നീഷ്യൻ, ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ അതും കുറച്ചും കൂടി ഹയർ ക്വാളിഫിക്കേഷനിലേക്ക് പോകും. കുറച്ചും കൂടി ഹൈ ലെവൽ എന്താണ് ട്രെയിനിങ്ങുകളൊക്കെ ഈ ഒരു ഫീൽഡിൽ തന്നെ കുറച്ചും കൂടി ട്രെയിനിങ്ങുകളും കാര്യം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ EMT ഇന്റർമീഡിയറ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 ലെവലായിട്ട് തിരിച്ചിരുന്ന് മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും ചോദിക്കാറില്ല. EMT ബേസിക് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് അറിയാം. EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അവർ ആ ബേസിക്കിനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സ് പൂർണ്ണമായിട്ട് എല്ലാ രീതിയിലും അവർ പൂർത്തിയാക്കിയവരായിരിക്കും EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ക്ലിയർ ആയോ? അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് ക്ലിയർ ആയോ? EMT എന്നാണ് കേട്ടോ അവിടെ, EMI അല്ല EMT എന്നാണ് കേട്ടോ. EMT ഇന്റർമീഡിയറ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് രജിസ്റ്റേർഡ് നഴ്സ് അല്ലെ. രജിസ്റ്റേർഡ് നഴ്സ്. In certain systems, nurses are the principal providers of advanced level care on ambulances, usually in the place of paramedics. So, registered nurse എന്ന് പറയുന്നത് നമ്മുടെ nurses, registered ആയിട്ടുള്ള ഒരു nurse അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് കെയർ കൊടുക്കേണ്ട ആംബുലൻസുകളിൽ, നമ്മുടെ ടൈപ്പ് ഡി ആംബുലൻസ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ, അഡ്വാൻസ്ഡ് ലെവൽ കൊടുക്കേണ്ട ടൈപ്പ് ആംബുലൻസ് അല്ലേ, അതൊക്കെ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ടൊന്നും ഒരു നഴ്സിന്റെ സേവനം നമുക്ക് ലഭ്യമല്ല. എന്നാൽ കൂടി ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസുകളിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സിന്റെ പ്രസൻസ്, ഒരു പ്രാതിനിധ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. യൂഷ്വലി ഇൻ ദ പ്ലേസ് ഓഫ് പാരാമെഡിക്സ്. ഇത് പാരാമെഡിക്സുകളായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എമർജൻസി ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക് ആണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസ് വരുന്ന സമയത്ത് ആ പേഷ്യൻസിന് ആരുടെ ലഭ്യതയാണ് ഉണ്ടാവുക, ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. നഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് അല്ലെ. വളരെ ക്രിട്ടിക്കൽ കെയർ കൊടുക്കേണ്ട, ഗുരുതരാവസ്ഥയിൽ വളരെയധികം അത്യാസനം തീവ്ര പരിചരണം കൊടുക്കേണ്ടതായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസുകളിലാണ് ഈ നേഴ്സസ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഡിക്കൽ ട്രീറ്റ്മെന്റുകളും മെഡിക്കൽ കെയറുകളൊക്കെ കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്രിട്ടിക്കൽ കെയറിൽ തീവ്ര പരിചരണം ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ കൂടിയാണ് ആംബുലൻസുകളിലാണ് എന്ത് ചെയ്യുന്നത്, നേഴ്സസിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് 7th one ആണ് പാരാമെഡിക്. Paramedic എന്താ നോക്കിയേ. This is a high level of medical training and often comprises of
key skills not allowable for technicians such as cannulation, and with it the ability to administer a range of drugs such as morphine. അപ്പൊ പാരാമെഡിക് എന്ന് പറഞ്ഞാൽ ആരാണ്? This is a high level of medical training. High level of medical training ലഭ്യമായിട്ടുള്ളവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. നമ്മുടെ നഴ്സസിന്റെ ഒക്കെ തൊട്ട് താഴെ അല്ലെ, നഴ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയവരായിരിക്കും പാരാമെഡിക് എന്ന് പറയുന്നത്. അവരെന്താണ്? കംപ്രൈസസ് ഓഫ് കീ സ്കിൽസ് നോട്ട് അലവബിൾ ഫോർ ടെക്നീഷ്യൻസ്. ടെക്നീഷ്യൻസിന് പോലും അനുവദിക്കാത്ത രീതിയിലുള്ള കീ സ്കിൽസ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും പാരാമെഡിക് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കീ സ്കിൽസ് എന്തൊക്കെയാന്ന് നോക്കിയേ. സച്ച് ആസ് കാനുലേഷൻ. കാനുലേഷൻ ചെയ്യാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ പോയപ്പോൾ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ കാനുലേഷൻ? എന്താ കാനുലേഷൻ? നമ്മൾ ഹോസ്പിറ്റലിൽ ഡ്രിപ്പ് ഒക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ കയ്യിൽ ഒരു കാനുല പ്ലേസ് ചെയ്യില്ലേ? നമ്മൾ ആ ഒരു ഡ്രിപ്പ് ഒക്കെ തീറ്റാറായിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി, അത് തന്നെയാണ് അല്ലെ കാനുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി തിരിച്ചു പോരുന്നത് വരെ നമ്മുടെ കയ്യിൽ ഡിസ്ചാർജ് ആവുന്ന വരെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് തന്നെയാണ് കാനുലേഷൻ. അപ്പൊ അങ്ങനെയുള്ള കാനുലേഷൻസ്, അതായത് വിത്ത് ദ എബിലിറ്റി ടു അഡ്മിനിസ്റ്റർ എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ പോലെയുള്ള വേദന സംഹാരികളൊക്കെ പെട്ടെന്ന് ആ ഒരു പോകുന്ന സമയത്ത് ആ പേഷ്യന്റിന് വേദനയൊക്കെ കൂടുകയാണ്, നമുക്ക് തീരെ വയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള വേദന സംഹാരികൾ പോലുള്ള മോർഫിൻ പോലെയുള്ള വേദന സംഹാരികൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അതൊക്കെ ആ സമയത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാനായി അവർക്ക് നൽകാനായിട്ട് ഇങ്ങനെയുള്ള കാനുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ആരാ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഹൈ ലെവൽ മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പാരാമെഡിക്സ് ആണ് അത് ചെയ്യേണ്ടത്. അതിനൊരു അതൊക്കെ ചെയ്യാനായിട്ട് ആരെ അനുവദിക്കില്ല? ടെക്നീഷ്യൻസിനെ അനുവദനീയമല്ല. അവർക്ക് പോലും അലവബിൾ ആയിട്ട് ആവാത്തത് അല്ലെങ്കിൽ അനുവദനീയമല്ലാത്തതായിട്ടുള്ള കീ സ്കില്ലുകൾ ഉള്ളവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, സ്കില്ലുകളാണ് കാനുലേഷൻ, മോർഫിൻ പോലെയുള്ള ഡ്രഗ്സ് വേദന സംഹാരികൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ നൽകാനായിട്ട് കാനുലേഷൻ നടത്താനായിട്ട് ആര് കേപ്പബിൾ ആണ്? പാരാമെഡിക്സിനാണ് അനുവാദമുള്ളത്. അതുപോലെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടോമി. എന്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ കേട്ടിട്ടുണ്ടോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ കേട്ടിട്ടില്ല? ഓക്കെ, നമ്മള് DRCയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, വരുന്ന പേഷ്യൻസിന് അവരുടെ ആ ഒരു എയർവേ, അതായത് അവരുടെ ആ ഒരു ശ്വാസം ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? മാസ്കുകൾ ഘടിപ്പിച്ചുകൊണ്ട് അല്ലെ, മാസ്കുകളിലൂടെ എയർവേ എന്ത് ചെയ്യുന്നു? ഫ്രീ ആക്കി വിടുന്നു, ഓക്സിജൻ ഒക്കെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേസമയം അത് പറ്റാതെ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ട്രക്കിയ അല്ലെ, ട്രക്കിയിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ആ ഒരു എയർ പാസേജ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആക്കി നൽകുന്നുണ്ട്. അതിനെയാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന് മൗത്തിലൂടെയോ നോസിലൂടെയോ ഒരു ട്യൂബ് അവരുടെ ട്രക്കിയയിലേക്ക് ഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു എയർ പാസ് ചെയ്യുന്ന ആ ഒരു വഴി ക്ലിയർ ആക്കി കൊടുക്കുന്നു. അതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അപ്പൊ അങ്ങനെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ് നമ്മൾ ട്രക്കിയയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുവഴി അവരുടെ ആ ഒരു എയർവേ, ആ ഒരു ഓക്സിജൻ എയർ പാസ് ചെയ്യുന്ന ആ ഒരു വഴി എന്തായിട്ട് മാറും? ഓപ്പൺ ആയിട്ട് മാറും. അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തു കളയാനായിട്ട്, എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ശ്വാസ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു മാസ്കുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു പാസേജ് ക്ലിയർ ആക്കാൻ പറ്റാത്ത പേഷ്യൻസിന് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ട്രക്കിയൽ ഇൻറ്റുബേഷൻ വഴി അവരുടെ ആ ഒരു എയർവേ ക്ലിയർ ആക്കി നൽകാനായിട്ട് സാധിക്കും. അത് മൗസിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ ഒക്കെയാണ് ഈ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് ട്രക്കിയയിലേക്ക് ഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാസേജ് ക്ലിയർ ആക്കി വിടുന്നത്. അതാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. ഇനി സാധാരണ നമ്മുടെ ഒരു മോഡേൺ, അതായത് നമ്മുടെ മാസ്കുകൾ ഉപയോഗിച്ച് മാസ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എയർവേ ക്ലിയർ ആക്കി കൊടുക്കാറുണ്ട്. അല്ലാത്ത കേസുകളാണ് നമ്മൾ പറഞ്ഞത് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. ഇനി ഇത് രണ്ടും ഒരു പേഷ്യന്റിന് കൊടുത്തിട്ടും അവർക്ക് അത് ആ ഒരു രണ്ടെണ്ണവും ഫെയിൽ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്
ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തിലൂടെയും നോസിലൂടെയും അല്ലെങ്കിൽ എന്താണ് ട്യൂബ്സ് കണക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നല്ലേ നമ്മുടെ ട്രക്കിയൽ ഇൻറ്റുബേഷനിൽ പറഞ്ഞത്. എന്നാൽ ക്രൈക്കോതൈറോട്ടോമി വരുമ്പോൾ അത് നെക്കിലൂടെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ക്രൈക്കോതൈറോയ്ഡ് മെംബ്രെയിൻ, നമ്മുടെ നെക്കിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് ഒക്കെ ഇല്ല, അതിന്റെ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് വരുന്ന ആ ഒരു മെംബ്രെയിനിലൂടെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടാക്കി, ആ ഒരു സർജറിയിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അതിലൂടെ ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു, ആ ഒരു എയർവേയിലേക്ക് ഇറക്കി വെക്കുകയും ആ ഒരു എയർവേ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു ഓപ്പൺ ആക്കി കൊടുക്കാനായിട്ട് പറ്റുന്നത്. നെക്കിലൂടെയാണ് ഈ ഒരു ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത്. സർജിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് വഴിയും സെയിം റിസൾട്ട് തന്നെയാണ്. അതായത് അവരുടെ ആ ഒരു എയർവേ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി നൽകുക. അപ്പൊ അതേസമയം ചില പേഷ്യൻസിന് ഇപ്പൊ പ്രായമായിട്ടുണ്ടെങ്കിൽ കുറെ കഫത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അങ്ങനെ കുറെ വരുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കഫമൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വലിച്ച് പുറത്തേക്ക് കളയാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു രണ്ട് മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷനും ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പേഷ്യൻസിനെ മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ ട്രക്കിയിലേക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു എയർവേ ഓപ്പൺ ആക്കി നൽകുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഓക്സിജനൊക്കെ ഫ്രീ ആയിട്ട് എന്താണ് എടുക്കാനായിട്ട് സഹായിക്കും. അതേസമയം ഈ രണ്ട് മെത്തേഡും, അതായത് ട്രക്കിയൽ ഇൻറ്റുബേഷൻ ട്യൂബ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കൊടുത്തിട്ടും ശരിയാവുന്നില്ല, നമ്മുടെ മാസ്കുകൾ ഉപയോഗിച്ച് കൊടുത്തിട്ടും ഒന്നും ശരിയാവാത്ത കണ്ടീഷൻ, അതെല്ലാം ഫെയിൽ ആയി പോകുന്ന പേഷ്യൻസിനാണ് നമ്മൾ ക്രൈക്കോതൈറോട്ടോമി ചെയ്യുന്നത്. ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നെക്കില് നമ്മുടെ ക്രൈക്കോതൈറോയിഡ് മെംബ്രെയിനിലൂടെയാണ് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് വരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്. അതിലൂടെ അവരുടെ ആ ഒരു പാസേജ് ട്യൂബ് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു എയർവേ പാത്തിന്തായിരിക്കും ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും തടഞ്ഞിട്ടിരിക്കണം, ആ ഒരു പാസേജിൽ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഫമൊക്കെ വന്നാണ് അടഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആർക്കാണ് അനുവാദമുള്ളത്, പാരാമെഡിക്കിനാണ് അനുവാദമുള്ളത്. അപ്പൊ അവര് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. അവർക്ക് ടെക്നീഷ്യൻസിന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ആർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവരാണ്, സ്കില്ലുള്ളവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. അവർ ഏതൊക്കെയാണ് സ്കില്ലുകൾ, അവരുടെ കാമുലേഷൻ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം, ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാനായിട്ട് അവർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്രൈക്കോതൈറോട്ടോമി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സ്കില്ലുള്ളവരായിരിക്കും പാരാമെഡിക്. ഓക്കെ ആണോ? പാരാമെഡിക് ആ ചെറിയ ചെറിയ കാര്യം എന്താണ്, അത് എന്താണ് ആ ഒരു ക്രൈക്കോതൈറോട്ടോമി എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ സ്കില്ലൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ, പാരാമെഡിക് ആണ് എന്നുള്ളത്. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അല്ലാതെ എന്താണത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ആരാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നെക്സ്റ്റ് ലാസ്റ്റ് 8th വൺ ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രെയിനിങ് കൂടുതൽ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു അതേ സ്കില്ലിൽ അതേ ഒരു ഇപ്പൊ നമ്മളൊരു ഡോക്ടറിനെ ഒരു പ്രാക്ടീഷണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യണം, അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിൽ പോലും അവരുടേതായ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോഴും. This position is outlined to bridge the link between ambulance care and the care of a general practitioner. ഇത് എന്തിൽ തമ്മിലുള്ള ഒരു ലിങ്കാണ്, ആംബുലൻസിൽ നമ്മുടെ കെയർ കൊടുക്കുന്ന ആളുകളും അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ ഡോക്ടർ അല്ലെ, അവരുടെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ECP അല്ലെങ്കിൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ ചോദിക്കാറുണ്ട് കേട്ടോ. ECP എക്സ്പാൻഡഡ് ഫോം എമർജൻസി കെയർ പ്രാക്ടീഷണർ. ഓക്കെ, ആർ ഓൾറെഡി eligible paramedics who have gone through further training and are trained to dictate medicines for longer period care such as antibiotics, as well as being trained in a range of additional diagnostic techniques. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഇവര് ശരിക്കും ആര് തന്നെയാണ്, ഓൾറെഡി ഉള്ള ഒരു എലിജിബിൾ പാരാമെഡിക് തന്നെയാണ്. ഓൾറെഡി ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക്സ് ആണ്, എങ്കിൽ കൂടി കുറച്ചുകൂടി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു എലിജിബിൾ പാരാമെഡിക് ആണ്
എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഒരു ബേസിക്കലി ഒരു പാരാമെഡിക്കിന്റെ എല്ലാ കേപ്പബിലിറ്റിയും അല്ലെങ്കിൽ എല്ലാ എലിജിബിലിറ്റിയും ഉള്ളവർ തന്നെയാണ്. എന്നാൽ അവരെന്താണ് സാധാ ഒരു പാരാമെഡിക്കിനേക്കാൾ കൂടുതൽ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആർ ട്രെയിൻ ടു ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക. മെഡിസിൻസ് ഫോർ ലോങ് പീരിയഡ് കെയറിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് നിർദ്ദേശിക്കാനായിട്ട് ആർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടാവും? അതായത് ആന്റിബയോട്ടിക്സ് പോലെ കുറച്ച് നാളെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരുന്ന മെഡിസിൻസ് അല്ലെ ആന്റിബയോട്ടിക്. അപ്പൊ അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കോഴ്സ് അനുസരിച്ച് നമ്മളത് പൂർത്തിയാക്കണം അല്ലെ. അപ്പൊ അതുപോലെയുള്ള ആന്റിബയോട്ടിക്സ് പോലെയുള്ള ലോങ്ങർ പീരീഡ്, അതായത് അറ്റ് എ ടൈം എമർജൻസി ആയിട്ട് കൊടുക്കുന്നതല്ല, ലോങ്ങർ പീരീഡിൽ ആന്റിബയോട്ടിക്സ് പോലെയുള്ള ലോങ്ങർ പീരീഡ് കെയർ ആവശ്യമായിട്ട് വരുന്ന മരുന്നുകൾ നിർദ്ദേശിക്കാനായിട്ട് ട്രെയിനിങ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? എമർജൻസി കെയർ പ്രാക്ടീഷണർ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ആസ് വെൽ ആസ് ബീങ് ട്രെയിൻഡ് ഇൻ എ റേഞ്ച് ഓഫ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്. കൂടാതെ മറ്റ് അതായത് പുതിയ രോഗനിർണയ മാർഗങ്ങൾ. ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റ് വരാണ്, അവരുടെ നിലവിലുള്ള അവസ്ഥ ഇതാണ്, അതുപോലെ അവരെന്ത് ചെയ്യുക, അവരുടെ ആ ഒരു ഗുരുതരാവസ്ഥ അനുസരിച്ച് അവരെ വേർതിരിക്കുക, സോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കുക, അവരുടെ രോഗനിർണയം എന്താണെന്ന് രോഗനിർണയം നടത്തുക. അതിനൊക്കെ ട്രെയിനിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരു എലിജിബിൾ പാരാമെഡിക് കൂടിയാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അവർ സാധാ ഒരു പാരാമെഡിക് അല്ല, മറിച്ച് അവർ ഒത്തിരി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു എലിജിബിൾ പാരാമെഡിക് ആണ്. അവർക്ക് അങ്ങനെയുള്ള മരുന്നുകൾ, അതിന്റെ ആന്റിബയോട്ടിക് പോലുള്ള മെഡിസിൻസ് നിർദ്ദേശിക്കാനായിട്ട് ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. അതുപോലെ ഓരോ വ്യക്തി വരുമ്പോഴും അവരുടെ രോഗനിർണയം നടത്താനും അതിനനുസരിച്ച് രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാനായിട്ട് ട്രെയിനിങ്ങുകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് 9th one ആണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ്. So physician assistants are seen mainly in English speaking countries and are known as physician associates in some countries. So physician assistantകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് പ്രധാനമായിട്ടും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ ഉള്ളത്. നമ്മുടെ നാടുകളിലല്ല, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് കൂടുതലും അവരുടെ സേവനം ലഭ്യമായിട്ടുള്ളത്. അവരെ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നത് എന്താണ്? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഏത് കൺട്രിയിലാണ് കൂടുതലും കാണപ്പെടുന്നത്? അവരെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? എന്താണ്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് കൂടുതൽ, നമ്മുടെ യൂറോപ്യൻ കൺട്രി പോലുള്ള കൺട്രീസിലാണ് കൂടുതലും ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ അവൈലബിലിറ്റി ഉള്ളത്. ഇനി അവരെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താ? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു. In PAs അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ്സ് mirror the practice of a physician and are able to provide the range of medical skills a physician provide. ഒരു ഫിസിഷ്യൻ, നമ്മുടെ ഒരു ഡോക്ടറുടെ, ഫിസിഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറുടെ അതേ മെഡിക്കൽ സ്കില്ലുകൾ, എന്താണ് ഒരു ഫിസിഷ്യൻ നമ്മുടെ ആളുകൾക്ക് പേഷ്യൻസിന് കൊടുക്കുന്നത്, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ എന്തൊക്കെ മെഡിക്കൽ കാര്യങ്ങളാണ്, ട്രീറ്റ്മെന്റും കെയറുകളുമാണ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത്, അതേ രീതിയിലുള്ള മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമലി വർക്ക് ഇൻ ഡിസോസിയേഷൻ വിത്ത് എ ഫിസിഷ്യൻ, though in an ambulance environment this may not be possible. അപ്പൊ നമുക്കറിയാം, ഒരു ആംബുലൻസിനുള്ള ഒരു ഫിസിഷ്യനും ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിനെയും ഒരുമിച്ച് ഒരു ആവശ്യം വരുന്നുണ്ടോ? രണ്ടുപേരും കൊടുക്കുന്ന കാര്യങ്ങൾ സെയിം ആണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ പോലെ. അപ്പൊ എപ്പോഴും ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആംബുലൻസിൽ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഡോക്ടറുടെയൊക്കെ ഫെസിലിറ്റി വരികയാണെങ്കിൽ നമുക്ക് ആ ഡോക്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. അപ്പൊ അവരെപ്പോഴും ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്, അവർ രണ്ടിടങ്ങളിലായിരിക്കും. അപ്പൊ ഒരാൾ ആംബുലൻസിലാണെങ്കിൽ ഒരാളുടെ അവിടെ എവിടെയായിരിക്കും? ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് തമ്മിൽ ആ ഒരു ആംബുലൻസിൽ നമുക്ക് ഒരുമിച്ച് അവരെ പോസിബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൂടി ഇനി ഇൻ അഡ്വാൻസ്ഡ് ഡയറക്ഷൻ ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഈസ് അവൈലബിൾ ടു PAs to consult with the physicians when needed. നമുക്ക് ഈ ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ എന്തെങ്കിലും ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അഡ്വൈസുകൾ ആവശ്യമായിട്ട്, നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ ഫിസിഷ്യനുമായിട്ട് എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ആംബുലൻസിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ആംബുലൻസുകളിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് കാണുന്നത് എവിടെയാണ്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. അവരെ മറ്റൊരു പേര് വിളിക്കുന്നത് എന്താ? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു.
ഇവര് പ്രധാനമായിട്ട് ഒരു ഫിസിഷ്യൻ ചെയ്യുന്ന അതേ മെഡിക്കൽ സ്കില്ലുകൾ ഉള്ളവർ തന്നെയായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. ഒരു ആംബുലൻസിന് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റുകൾ ഒരു പേഷ്യന്റിന്റെ കൂടെ പോകുന്ന സമയത്ത് പേഷ്യന്റിന് അവർ നൽകുന്ന ട്രീറ്റ്മെന്റിലും കെയറിലും എന്തെങ്കിലും അഡ്വൈസുകൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ മാത്രം ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ആംബുലൻസിലുള്ള ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിന് ശരിക്കുമുള്ള ഒരു ഫിസിഷ്യനുമായിട്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ലാസ്റ്റ് വരുന്നതാണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ അല്ലെ? ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്സ്. ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസ് യൂണിറ്റുകളിലാണ് ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക. എല്ലാ ആംബുലൻസിനും ഡോക്ടർ ഉണ്ടാവോ? ഇല്ല അല്ലെ? ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസ് യൂണിറ്റുകൾ മാത്രമാണ് ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടായിരിക്കുള്ളൂ. മോസ്റ്റ് നോട്ടബിളി ഏതാണ്? ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും മുഖ്യമായിട്ട് വരുന്ന ഏത് ആംബുലൻസുകളിലാണ്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എയർ ആംബുലൻസ്. എയർ ആംബുലൻസസ് വിത്ത് full range of additional skills and such as use of prescription medicines അല്ലെ? എയർ ആംബുലൻസിൽ വരുന്ന ഏതൊക്കെയാണ്? ഹെലികോപ്റ്ററുകൾ വരുന്നുണ്ട്. അതുപോലെ എയർക്രാഫ്റ്റുകൾ പോലെയുള്ള എയർ ആംബുലൻസുകളിലാണ് ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ സാന്നിധ്യം ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത്. കാരണം എന്താണ്? നമുക്കറിയാലോ, ഒരു ഹെലികോപ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അത് ഒരു സ്ഥലത്ത് നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു എൻജിൻ ഉണ്ട് അല്ലെ? അല്ലാതെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ബസ്സിലൂടെയോ അല്ലെങ്കിൽ ട്രെയിനിലൂടെ പോകുന്ന പോലെ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കിട്ടേണ്ടത് വിദേശ രാജ്യങ്ങളിൽ പോയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളവരെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലുള്ള ആംബുലൻസുകൾ സെറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അല്ലെ? അപ്പൊ ആ സമയത്ത് ആ പോകുന്ന യാത്രാ മധ്യേ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ കണ്ടീഷനിൽ എന്തെങ്കിലും കൂടിയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെട്ടാല് നമുക്ക് അവിടെ അതിനിടയിൽ ഒരു സ്റ്റോപ്പ് ഇല്ല അല്ലെ? വന്നിറങ്ങി അവർക്ക് ഡോക്ടറെ കണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു യാതൊരു സൗകര്യങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഒരു ഫിസിഷ്യനെയും അല്ലെങ്കിൽ ഒരു ഡോക്ടറെയും കൂടി അവരെന്ത് ചെയ്യും? അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും എല്ലാ രീതിയിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഫിസിഷ്യനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആംബുലൻസ് ആണ് എയർ ആംബുലൻസുകൾ എന്ന് പറയുന്നത്. അതിലൂടെ ആയിരിക്കും ആ ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ആ ഒരു ഫിസിഷ്യന്റെ ഭാഗം? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആ ഒരു 10 ക്രൂ മെമ്പേഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റില്ലേ? നമ്മൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ആംബുലൻസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് മെസ്സേജ് അയച്ചേ. ക്ലിയർ ആണോ? 5th one ആണ്. 5th one എന്താ പറഞ്ഞ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസ് ആണ്. എന്തിന് സ്കില്ലുള്ള ടെക്നീഷ്യൻസ് ആണ്? എമർജൻസി കെയറുകള് കൊടുക്കാനായിട്ട് സ്കില്ലുള്ള ടെക്നീഷ്യൻസ് ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. അവർ കൊടുക്കേണ്ടതായിട്ടുള്ള എമർജൻസി കെയറുകൾ ഏതൊക്കെ സ്കില്ലുകളായിരിക്കണം? ഡീഫൈബ്രിലേഷൻ അല്ലെങ്കിൽ ഹാർട്ടിനെ റിസൂം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് രോഗികൾ ഉണ്ടാവുമല്ലോ, പേഷ്യൻസ്. അപ്പൊ അവർ സർജറി ചെയ്ത് കഴിഞ്ഞവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയവരായിരിക്കാം. അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെയാ? അവരെ ഒട്ടും അനക്കാതെ നമ്മൾ വളരെ സ്പൈനൽ കോഡിന്റെ ആ ഒരു മൂവ്മെന്റ് വളരെ കുറച്ചുകൊണ്ടായിരിക്കണം അവരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അതിന് കേപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ളവരായിരിക്കണം ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ ഇങ്ങനെ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഒരു കൈക്കോ കാലിനോ ഒരു വ്യക്തിക്കോ ഒടുക്കോ അല്ലെങ്കിൽ പൊട്ടലുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അവിടെ ഒരു സംശയമാണ് അല്ലെ? നമുക്ക് ഉറപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലെ? അപ്പൊ സംശയമായിട്ട് നമ്മൾ അവരങ്ങനെ കൊണ്ടുപോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമുക്കറിയാലോ
മനസ്സിലായല്ലോ. അവർ ആ ഒരു കൈയും കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് യാതൊരുവിധ അനക്കവും ഇല്ലാതെ അനക്കാതെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടൊക്കെ അവരെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് സ്കില്ലുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്നുകൾ പേഷ്യൻസിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം. ഓക്സിജൻ തെറാപ്പി ആവശ്യമായിട്ട് വരുന്നവർക്ക് അതും കൊടുക്കാനായിട്ട് സ്കില്ലുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഇവരെ ചില കൺട്രികളിൽ ഇവര് 2 ലെവലായിട്ടാണ് പറയുന്നത്. ഒരെണ്ണം പറയുന്നത് EMT ബേസിക്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സ്കില്ലുകൾ ഉള്ളവരും EMT ഇന്റർമീഡിയറ്റ് എന്ന കുറച്ചും കൂടി ഹയർ ലെവലുള്ള ക്വാളിഫിക്കേഷനിലുള്ള എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും. ഓക്കെ ആണോ? ആരാണ് ചോദിച്ചത്? അംജദ, ഓക്കെ ആണോ? പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവര് ടെക്നീഷ്യൻസ് അല്ല, കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ലഭിച്ചവരാണ്. അതായത് ഈ പാരാമെഡിക്സ് ഇവർ നമ്മൾ ടെക്നീഷ്യൻ ചെയ്യുന്നതിന് അപ്പുറം ടെക്നീഷ്യൻസിന് പോലും അനുവാദമല്ലാത്ത രീതിയിലുള്ള കുറെ കീ സ്കിൽസ് ഉള്ളവരാണ്. അവർക്കൊന്നും ചെയ്യാൻ അനുവാദമില്ലാത്ത പല കാര്യങ്ങളും ആര് ചെയ്യണതുണ്ട്? പാരാമെഡിക്സ് ആണ് ചെയ്യുന്നത്. അവർ അത്രയും ഹയർ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ്ങുകൾ കിട്ടിയവരായിരിക്കും. അവരെന്തൊക്കെ ചെയ്യണം എന്നാണ് അവരുടെ കീ സ്കില്ലുകളാണ് പറഞ്ഞിരിക്കുന്നത്. കാനുലേറ്റ് ചെയ്യുക, കാനുലേറ്റ് പഠിപ്പിച്ച് വെയിൻസിലേക്ക് കാനുല പഠിപ്പിച്ച് നമുക്ക് ഡ്രഗ്സ് ആയിട്ടുള്ള ഇപ്പം വേദന സംഹാരികൾ പോലുള്ള മോർഫിനോ മറ്റു ഡ്രഗ്സുകളിൽ ഡ്രിപ്പുകളൊക്കെ ഇടാനായിട്ട് നമുക്ക് അതുവഴി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗത്തിലൂടെയോ നോസിലൂടെയോ നമ്മുടെ ട്രക്കിയയിലേക്ക് ഒരു ട്യൂബ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തി വെച്ചുകൊണ്ട് അവരുടെ ആ ഒരു എയർവേ ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യൻസിന് സുഗമമായിട്ട് ആ ഒരു എയർ കൃത്യമായിട്ട് അവരുടെ പാസ് ചെയ്ത് കൊടുക്കാനാണ്, ഓക്സിജനൊക്കെ കൈമാറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ 2 മെത്തേഡുകളൊന്നും ചെയ്തിട്ട് ഫെയിൽ ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. ഒരു സർജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അത് നെക്കിലാണ് ചെയ്യുന്നത്. നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ അടുത്തായിട്ട് ക്രൈക്കോതൈറോയ്ഡ് മെംബ്രെയിനോട് ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി അവിടെ ഒരു ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ലെൻസിലേക്കുള്ള ആ ഒരു എയർ പാസേജ് ക്ലിയർ ആക്കി വെക്കുന്നു. അവിടെ കഫമൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു പാസേജ് ഓപ്പണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വലിച്ച് കളയാവുന്നതാണ്. അതാണ് ക്രൈക്കോതൈറോട്ടോമി, ട്രക്കിയൽ ഇൻറ്റുബേഷൻ, അതുപോലെ കാനുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട് സ്കില്ലുള്ള ഹൈലി ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും പാരാമെഡിക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിട്ടെ. ഓക്കെ, നിങ്ങളൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ കേട്ടോ. നെക്സ്റ്റും ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും, CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ കേട്ടോ. അപ്പോ 36 ആയി, നമുക്ക് 40 ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ആരും ലീവ് ചെയ്ത് പോവരുത്. ക്ലാസ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് തന്നെ ലീവ് ചെയ്ത് പോവരുത് കേട്ടോ. CSSDയുടെ ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ പേപ്പറിൽ വൈസ് ആയിട്ട് എത്രയാണ് കിടക്കുന്നത്? പേപ്പർ വൈസ് ആകുമ്പോ സെക്കൻഡ് മൊഡ്യൂള് 5 ആയിട്ടാണ് കിടക്കുന്നത്. നമ്പർ 20 എത്രയായിരുന്നു? 34 ആണോ കിടക്കുന്നത്? 34 അല്ലല്ലോ, 21 ആണോ? ഓക്കെ, 21. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. 40 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ആരും ലീവ് ചെയ്ത് പോകരുത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടാണ് നമ്മൾ പുതിയൊരു ചാപ്റ്റർ എടുക്കുന്നത്.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നോട്ട്സ് എടുത്തേ, നമുക്ക് കുറച്ച് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം കേട്ടോ. Okay, but first question. The term ambulance comes from the Latin word. The term ambulance comes from the Latin word. Dash. The term ambulance comes from the Latin word dash. Very good. Ambulator. Ambulator. A-M-B-U-L-A-R-E. Ambulator. Okay, second question. The most usual mode of ambulance. The most usual mode of ambulance which gives the most usual mode of ambulance which gives care to patients with a critical illness or injury. Very good. Emergency ambulance. Second question onnodi paraya. The most usual mode of ambulance which gives care to patients with a critical illness or injury. Answer എന്തായിരുന്നു? Emergency ambulance. അല്ലേ? Then third question. Expand EMS. Capital letter EMS. Expand EMS. Very good. Emergency medical services. Okay. Emergency medical services. Then fourth question. Which of the following type of ambulance is used to transport Which of the following type of ambulance is used to transport a great number of patients? Which of the following type of ambulance is used to transport a great number of patients? Is the type ambulance? Which of the following type of ambulance? Options in the water. Just parts of media. Answer the ambulance bus. Ambulance bus. Ambulance bus. Which of the following type of ambulance is used to transport a great number of patients? So, ambulance bus. Okay. Fifth question. In which of the following ambulance is used to transport extremely overweight patients? Used to transport
extremely overweight patients. Very good. Bariatric ambulance. Bariatric ambulance. A bariatric ambulance. 5 questions അല്ലേ? അതിൽ ഈ 5 ക്വസ്റ്റ്യനിലും കിട്ടാത്തതായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഈ 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആവാത്തത് ഏതാ പറയണ്ടേ? പൂയാസി ഏത് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? In which of the following ambulance is എഴുതിയെടുക്കാം കേട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ. In which of the following ambulance is used to transport extremely overweight patients? Extremely overweight patients. In which of the following ambulance is used to transport extremely overweight patients? Bariatric ambulance. The first question ആണ് ചോദിച്ചത്. Shani. First question, the term ambulance comes from the Latin word. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Ambulator. Okay, now 5 questions, some answers. Okay. Next question. 6th question. Psychiatric ambulance. Psychiatric ambulance. ഈ functional type important ആണ്. അതുകൊണ്ടാണ് കൂടുതലും questions അവിടെ നിന്ന് തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ. The psychiatric ambulance committed to treat. Psychiatric ambulance committed to treat. Psychiatric ambulance committed to treat dash. Psychiatric ambulance. Very good. Psychiatric emergencies. അല്ലെ? Psychiatric ambulance എന്തിനു വേണ്ടിയാ? Psychiatric emergencies വരുന്ന കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? Psychiatric ambulance committed to treat dash. Psychiatric emergencies ആണ് ആൻസർ. 7th question. Based on the level of care, based on the level of care, based on the level of care, road ambulances classified into, based on the level of care, road ambulances classified into dash types. എത്ര ടൈപ്പ് ആയിട്ടാ? വെരി ഗുഡ്. 4 ടൈപ്പ്. അതെന്താ? ലതു ലക്ഷ്മണൻ 3 ഉള്ളോ? ഏതൊക്കെ ടൈപ്പാണ് പഠിച്ചത് നമ്മള്? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി അല്ലെ? 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം. Based on the level of care, based on the level of care, road ambulances classified into dash types. Dash types. 4 types അല്ലെ? 4 types. Okay. 8th question. In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. ഏത് ടൈപ്പാ വരുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. വെരി ഗുഡ്. ടൈപ്പ് സി അല്ലെ? ടൈപ്പ് സി ആണ് വരുന്നത്. ആൻസർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ടൈപ്പ് സി അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9th question. Advanced life support ambulance. Advanced life support ambulance. Advanced
life support ambulance, also known as advanced life support ambulance, also known as dash. Question പറയുന്നതിന് മുൻപ് ആൻസർ എത്തിക്കഴിഞ്ഞു അല്ലെ. Cardiac care ambulance, cardiac care ambulance അല്ലെ. ഇപ്പൊ advanced life support ambulance, also known as cardiac care ambulance. Okay, last question. The machine used to keep a check on the heart rate of a person. A machine used to keep a check on the heart rate of a person. A machine used to keep a check on the heart rate of a person. Machine used to keep a check on the heart rate of a person. ഏത് മെഷീനാ? വെരി ഗുഡ്, ECG അല്ലെ. ECG മെഷീൻ ആണ്. ഡിഫൈബ്രിലേറ്റർ അല്ല കേട്ടോ. ഡിഫൈബ്രിലേറ്റർ എന്താണ്? ഹാർട്ടിനെ റെസ്യൂം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേസമയം ECG ആണ് ഏതൊരു ഇപ്പൊ ഒരു പേഷ്യന്റ് ആവണമെന്നില്ല അല്ലെ. നമ്മളാണെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ECG ഒക്കെ പരിശോധിക്കാറല്ലേ. നെഞ്ചുവേദന എടുക്കുന്നത് ഗ്യാസിന്റെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നെഞ്ചുവേദന എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഹാർട്ട് റേറ്റിന്റെ ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ECG യൂസ് ചെയ്താണ് ചെയ്യുന്നത് അല്ലെ. ഏത് ക്വസ്റ്റ്യൻ? എയ്ത്ത് ക്വസ്റ്റ്യനോ? എയ്ത്ത് ക്വസ്റ്റ്യൻ. In which of the following type of road ambulance? In which of the following type of road ambulance comes under basic life support ambulance? In which of the following type of road ambulance comes under basic life support ambulance? ഇതായിരുന്നു ടൈപ്പ് സി. ഓക്കെ ആണോ? 10 ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ആൻസേഴ്സും എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ വീട്ടിലിരുന്ന്? എന്താ വെറുതെ എഴുതി വെക്കുന്ന മാത്രമല്ലോ. കുറച്ചും കൂടി നിങ്ങൾക്ക് എക്സാം ഒന്നും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത്. നമുക്ക് സമയം ഇല്ല എങ്കിൽ പോലും നമ്മൾ ഇത് തരുന്നത് നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം. അതുപോലെ മോക്ക് ടെസ്റ്റുകള്, നമ്മൾ തരുന്ന എക്സാമുകള്, ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്ന കുറച്ച് ഏരിയ ഓരോ ചാപ്റ്ററിനെയും അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നോക്കി തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പൊ CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ CSST എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CSST, ആ ഒരു CSST എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് എക്സ്പാൻഡ് CSST എന്ന് ചോദിക്കാറുണ്ട്. ആ ഹെഡിങ് തന്നെ നമുക്കൊരു ആൻസർ ഉണ്ട്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ തന്നെ എഴുതുക, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. മാറിപ്പോവും, അതുകൊണ്ട് തന്നെ ഒന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. CSST, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്തിനായിരിക്കും CSST ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നത്? ജനറൽ ആയിട്ടാണ്. വെരി ഗുഡ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിനെയൊക്കെ അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSST ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിക്കുന്ന സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ, യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റുകളിൽ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇൻട്രൊഡക്ഷൻ. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. അല്ലെ, നമ്മുടെ ഇൻഫെക്ഷൻസിന്റെ വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ ഒരു വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ എന്താ ചെയ്യേണ്ടത്? ആ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഓരോ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യണം? ഡിസിൻഫെക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ അണുവിമുക്തമാക്കണം. അതാണ് ഏറ്റവും
പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യ കാര്യം എന്ന് പറയുന്നത് അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ആ സെയിം യൂസ്ഡ് ആയിട്ടുള്ള സെയിം സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മറ്റൊരാൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പകരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താ, ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് വിമുക്തമാക്കുന്നുണ്ടോ എന്നുള്ളത് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. Then if instruments are microbially tainted എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടാമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മലിനമാവുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. This leads to an increased likelihood of contamination and later infection of the surgical wound. Surgical wound എന്ന് പറയുന്നത് നമ്മുടെ മുറിവ് അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുറിവുണ്ടാവില്ലേ, സർജറി ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ മുറിവുണ്ടാക്കിയില്ലേ സർജറീസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മുറിവുകളിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് എങ്ങനെയാണെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സർജിക്കൽ യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ, സ്റ്റെറിലൈസ് ചെയ്യാത്ത സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയുള്ളതാണ്, മൈക്രോബിയലി കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ളവയാണ്. അപ്പൊ അത് എന്തിന് ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞാൽ സാധ്യമാക്കുന്നത്, എന്തിനെയാണ് സാധ്യതയുള്ളത്, കണ്ടാമിനേഷൻ അല്ലെ, അതായത് സർജറി നടത്തിയ ആ ഒരു മുറിവുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. As a result, അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ട് appropriate sterilization of surgical instruments is suggested as one of the basic and accepted measures against surgical site infection. But SSI അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ്, സർജറി നടന്ന ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. ആ ഒരു SSI എന്താണെന്നത് എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ചോദിക്കാറുണ്ട് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ SSI എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് SSI അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ SSI എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട്, അതായത് സർജറി ചെയ്ത ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും അടിസ്ഥാനപരമായിട്ടും അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ സർജിക്കൽ യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റുകൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അണുവിമുക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇൻട്രഡക്ഷൻ എന്തൊക്കെയാ പറഞ്ഞത്, സർജിക്കൽ എന്നാണ് കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ എന്താ സർജിക്കൽ എന്നല്ലേ കിടക്കുന്നേ, വ്യത്യാസം ഉണ്ടോ? അല്ല, ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. സർജിക്കൽ എന്നാണ് ആക്കുക കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആക്കുക കേട്ടോ അത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്, നമ്മുടെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഏതൊരു യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് ആണെങ്കിലും അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടല്ല പിന്നീട് ഉപയോഗിക്കുന്നതെങ്കിൽ അതുവഴി ഈ സർജറി ചെയ്ത ആ ഒരു പേഴ്സണ് ആ ഒരു വൗണ്ടുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായ രീതിയിൽ ഡിസ്ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് CSST അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് നോക്കുന്നത്. The CSST consists of those services within a hospital which accepts, stores, process and distribute and control professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and safety of patient. CSST എന്ന് പറയുന്ന ആ ഒരു സേവനം എന്താണ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകളെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റുകൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു,
കൊടുക്കുന്നുണ്ട്, കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അത് അവർ ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ച് അവിടെ വെക്കും അല്ലെ, അത് കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകളിലൂടെ ഇതിനെ കടത്തിവിടും. പ്രോസസ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രോസസ്സിലൂടെയൊക്കെ കടത്തിവിടും. അതിനുശേഷം ഇത് സ്റ്റെറിലൈസ് ചെയ്ത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യും, തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നു. ആൻഡ് കൺട്രോൾസ് പ്രൊഫഷണൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് രണ്ട് രീതിയിലുള്ള എക്യുപ്മെന്റ്സും കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് സ്റ്റെറിലൈസ്ഡ് ആവാത്ത നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. അതിനെ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് സ്റ്റെറൈൽ ആയിട്ടുള്ള അണുവിമുക്തമാക്കിയ ഐറ്റംസിനെ ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുള്ള നോൺ സ്റ്റെറൈലും സ്റ്റെറൈലുമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലുമുള്ള ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. നമ്മുടെ ആ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള സുരക്ഷിതത്വവും അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല പരിചരണങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും യൂസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു, സ്വീകരിച്ച് അത് സ്റ്റോർ ചെയ്ത് വെച്ച് ആവശ്യമായിട്ടുള്ള പ്രോസസ്സിലൂടെയൊക്കെ കടത്തിവിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നു. ഇവിടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ളതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ളവ വരുന്നു, അതിനെ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് സ്റ്റെറൈൽ ആയിട്ടുള്ളവ സപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് പേഷ്യൻസിന്, അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വവും അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയറും കൊടുക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, വലിയ ഇതൊന്നുമില്ല. നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നോക്കേ, നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു CSSDയുമായി ബന്ധപ്പെട്ട് വരുന്ന അതിവിടുത്തെ ആ CSSDയുടെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലെ. എന്താ ചെയ്യുന്നത് യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് വന്നാൽ അതിനെ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, തിരിച്ചതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു അല്ലെ. രണ്ടാമതായി പറയുന്നത് ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസും ഇങ്ങനെയുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ആയിട്ടുള്ളവ പിന്നെയും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ഇടയാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ കുറയ്ക്കാനായിട്ട് ഈ ഒരു CSSD ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് നമ്മളിവിടെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു സന്ദർഭങ്ങളെ കുറയ്ക്കാനായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അല്ലെ. തേർഡ് വൺ ആണ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. നമുക്കറിയാം എല്ലാ എക്യുപ്മെന്റ്സുകളും വളരെ തുച്ഛമായ വിലയിലൊന്നും നമുക്ക് ലഭ്യമാവില്ല. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സിന് ഒത്തിരി വില കൂടിയവയുണ്ട് അല്ലെ. വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ നമുക്ക് സർജറിക്കൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കളയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ ഒരു പാത്രമോ സ്പൂണോ ഗ്ലാസോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നമ്മൾ കളയാനല്ലോ ചെയ്യുന്നത്. നമ്മളത് തിരിച്ച് യൂസ് ചെയ്യും അല്ലെ. അതായത് ആ വില കൂടിയ ഐറ്റം ആണെങ്കിൽ നമ്മൾ അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഓരോ പേഷ്യൻസിനും ഈ ഓരോ എക്യുപ്മെന്റ്സ് വീതം ചിലപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റില്ല, വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ. അവിടെ നമുക്കൊരു സൊല്യൂഷൻ എന്താണ്,
ആ സെയിം യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പിന്നെയും ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ടാണ് ആ തേർഡ് പോയിന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങളുടെ ഇരട്ടിപ്പ്, അതാണ് ഡ്യൂപ്ലിക്കേഷൻ, ഇരട്ടിപ്പിനെ തടയുക. ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. വളരെ വില കൂടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും എന്ത് ചെയ്യുക, പിന്നെയും വാങ്ങിച്ചു കൂട്ടാതെ മറിച്ച് ആ ഉള്ള ഉപകരണങ്ങൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട് വീണ്ടും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ടു കീപ് റെക്കോർഡ്സ് ഓഫ് ദ എഫിക്കസി ഓഫ് ദ ക്ലീനിങ്, ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. ഇനി എന്താണ്, നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന കുറെ എക്യുപ്മെന്റ്സുകൾ വരുമല്ലോ, പല ടൈപ്പ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്ലീനിങ്ങിന് കൊടുത്തിട്ടുള്ളവ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളവ ഉണ്ടാവും, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് ഈ CSST ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം. അപ്പൊ ക്ലീനിങ് ഏതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഡിസ്ഇൻഫെക്ഷനിലൂടെ കടന്നു പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഐറ്റം ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള എല്ലാ രീതിയിലുമുള്ള റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ കീപ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് controls necessary to avoid cross infection. Cross infection എന്ന് പറഞ്ഞാൽ എന്താ, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്ഫർ ആണ് അല്ലെ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസ്ഫർ ആണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക, എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുകയും അത് ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുകയും ചെയ്യുക. ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്ത് ചെയ്യുക, പ്രദർശിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. Sixth one ആണ് ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അപ്പൊ ഇവിടെ വരുന്ന ഓരോ സാധനങ്ങള് ആ ഓരോരോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർ വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളായിരിക്കും കൊണ്ടുവന്നിരിക്കുക. അപ്പൊ അത് ഒന്നോ രണ്ടോ ആയിരിക്കും, ചിലപ്പോൾ ഒത്തിരി നമ്പർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, വിവര പട്ടികകൾ അല്ലെ, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് സെവൻത് പോയിന്റ് ആണ് ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രമല്ല അല്ലെ, അവരുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് കൂടി സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നത് കൂടി ആരുടെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണ്, CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ പോയിന്റ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, സ്റ്റെറിലൈസ്ഡ് ആക്കിയിട്ടുള്ള മെറ്റീരിയൽസ് എന്താ, ഓക്കെ ലെഫ്റ്റ് ആവുന്നവരെ പോയിട്ടോ കേട്ടോ, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, എക്സാം ആവാറായി. റെക്കോർഡഡ് ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആവുന്ന സമയത്ത് അത് കണ്ട് തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ അത് പിന്നീട് ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അത് വിട്ടുപോകും. അത് ആ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സിന് ഇൻ കേസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി, അത് നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് പഠിക്കാനായിട്ട് കേട്ടോ. നോക്കിയപ്പോ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സംഭവങ്ങളെ കുറയ്ക്കാനായിട്ട് ഒരു CSST ഡിപ്പാർട്ട്മെന്റ് കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഇരട്ടിക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെയും വാങ്ങി കൂട്ടുന്നതിന് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വരുന്ന എല്ലാ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും റെക്കോർഡുകളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ക്രോസ് ഇൻഫെക്ഷൻസ് ഒക്കെ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ട്രാൻസ്ഫർ ആവുന്നത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും
കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. 6th വൺ എന്താ പറയുന്നത്? അവിടെ വരുന്ന ഓരോ എക്യുപ്മെന്റ്സുകളെയും കുറിച്ചുള്ള എല്ലാ വിവരപ്പട്ടികളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഏതൊക്കെ സപ്ലൈ ചെയ്തു, ഏതൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള എല്ലാ വിവരപ്പട്ടികളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് എന്താ? പേഷ്യൻസിനും അവിടെയുള്ള മറ്റു ജീവനക്കാർക്കും ഒരു സേഫ് എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നതും കൂടി ഈ ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CSST വരുന്നുണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈനിങ് ഓഫ് എ CSST. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. നമുക്ക് അത്ര വലിയ ഒരു എന്താണ് CSST എന്നൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈനിങ് ഓഫ് എ CSST. Size and location of CSST differs according to hospital management. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ചാണ് ഒരു CSST ഡിപ്പാർട്ട്മെന്റ് എത്ര സൈസ് വേണം, ഏത് ലൊക്കേഷനിലാണ് CSST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടതൊക്കെ എന്നിട്ട് തീരുമാനിക്കുന്നത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് ഓരോ CSST ഡിപ്പാർട്ട്മെന്റിന്റെയും സൈസ് എങ്ങനെയായിരിക്കണം, ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. It should be located as near as possible to the operation theatre, A&E department and wards. ഇത് എന്തിനോടൊക്കെ ലൊക്കേറ്റഡ് നിയർ ആയിരിക്കണം എന്നാ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിനോട്, A&E ഡിപ്പാർട്ട്മെന്റ് എന്താ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട്, വാർഡിനോടൊക്കെ അടുത്തായിരിക്കണം. പോസിബിൾ സാധ്യമാവുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അടുത്തായിരിക്കണം ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ പ്രധാനമായിട്ടും വരേണ്ടത്. Then the CSST layout should be designed in a unidirectional flow. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് unidirectional flow. അപ്പൊ ആ ഒരു CSSTയുടെ ലേഔട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ്. അതൊരു സിംഗിൾ ഡയറക്ഷനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് പറയാം കേട്ടോ. ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, അതായത് ഒന്നിലധികം നിലകളുള്ള ഒരു ബിൽഡിംഗില് CSST may be formed in the lower floor right under the operation theatre where perpendicular movement will be the swift possible movement of materials. അപ്പൊ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗിൽ ഒന്നിലധികം നിലകളുള്ള ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ CSST വരേണ്ടത് എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ നിലയില് നേരെ അടിയിൽ, അതായത് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ നേരെ അല്ലെങ്കിൽ കുത്തനെയുള്ള മൂവ്മെന്റ്. പിന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ, അല്ലെ? വേഗത്തിൽ പോസിബിൾ മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പൊ ഈ CSSTയിൽ നിന്നും മെറ്റീരിയൽസ് എന്താണ് വേഗത്തില് അവിടെ മൂവ് ചെയ്ത് മുകളിലത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കാനായിട്ട്, വേഗത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ തൊട്ട് താഴത്തെ ഫ്ലോറില് നേരെ തന്നെ തൊട്ട് താഴെ ആയിരിക്കണം ഏത് ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്? CSST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. അപ്പൊ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSST എന്തൊക്കെ രീതിയിൽ വ്യത്യാസമായിരിക്കും? ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSST എന്ന് പറയുന്നത് വ്യത്യാസം. And it should be located. എന്തിനോടൊക്കെ പോസിബിൾ ആയിരിക്കണം, നിയറസ്റ്റ് ആയിരിക്കണം എന്നാ പറഞ്ഞേ? ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, വാർഡുകളോടൊക്കെ അടുത്തായിരിക്കണം. അതുപോലെ തന്നെ CSSTയുടെ ആ ഒരു ലേഔട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന? ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ്, ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. ഇനി ഒരു മൾട്ടി സ്റ്റോറിയുടെ ഒരു ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ CSST എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന് താഴത്തെ നിലയിലായിരിക്കണം വരേണ്ടത്. അപ്പൊ നേരെ നമുക്ക് മുകളിലേക്ക് ഈസി ആയിട്ട് വളരെ വേഗത്തിൽ മെറ്റീരിയൽസ്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ തൊട്ട് താഴത്തെ നിലയിൽ വെച്ചിരിക്കുന്നത്. ഇനി വരുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു പിക്ചർ നോക്കിയേ നിങ്ങള്. ജനറൽ CSST ഡിസൈൻ കോൺസെപ്റ്റ്. ഇനി ഒരു ഡിസൈൻ കോൺസെപ്റ്റില് നമുക്ക് ഇനി ആ ഒരു പ്ലാനിങ് ഓഫ് CSST ഈ ഒരു ഡിസൈനിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോക്കി, ആ ഒരു CSSTയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോയിൽഡ് സോൺ. സോയിൽഡ് സോൺ എന്ന് പറയുന്നത് എന്താ? സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സോയിൽഡ് സോൺ എന്ന് പറയുമ്പോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സോയിൽഡ് സോൺ എന്ന് പറയുമ്പോ ഏതായിരിക്കും? എങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും? ചിന്തിച്ചു നോക്കിയ പിള്ളേരെ, അപ്പൊ എങ്ങനെയുള്ളതായിരിക്കും സോയിൽഡ് സോൺ എന്ന് പറയുമ്പോ? സോയിൽഡ് എന്ന് പറയുമ്പോ മണ്ണല്ല കേട്ടോ. സോയിൽഡ് എന്ന് പറയുമ്പോൾ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള യൂസ്ഡ് അല്ലെ ക്ലീൻഡ് അല്ലാത്ത അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വരുന്ന ഒരു ഭാഗമാണ് സോയിൽഡ് സോൺ. ഇനി അവിടെ നിന്നും നെക്സ്റ്റ് അത് എവിടേക്കാ പോകുന്നത്? ആ ആരോ മാർക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇതിനുള്ളിലുള്ള ആ ഒരു ആരോ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് ഒരു സിംഗിൾ ഡയറക്ഷൻ അല്ലേ ആ ഒരു ആരോ മാർക്ക് പോയിരിക്കുന്നത്. അതാണ് ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഐറ്റം യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ CSST ഡിപ്പാർട്ട്മെന്റിലെ ഈ സോയിൽഡ് സോണിലേക്കാണ് ആദ്യം എത്തുക. യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അല്ല, ഉപയോഗിച്ചതായിട്ടുള്ള ക്ലീൻ അല്ലാത്ത എക്യുപ്മെന്റ്സുകൾ എത്തുന്നത് ഈ സോയിൽഡ് സോണിലേക്കാണ്. അവിടെ നിന്നും നേരെ അത് എങ്ങോട്ട് പോകും? ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻഡ് സോണിലേക്ക് പോകും. അപ്പൊ അവിടെ ആ ക്ലീൻ സോണിൽ എന്തായിരിക്കും? അവിടെ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് നല്ല വൃത്തിയായിട്ട് ആ ഒരു എക്യുപ്മെന്റ് ക്ലീൻ ചെയ്തെടുക്കും. അതിനുശേഷം അത് എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റെറൈൽ സോണിലേക്കാണ് പോകുന്നത്. സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു സോണിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു സോൺ സ്റ്റെറിലൈസേഷൻ സോണിൽ എത്തുമ്പോഴേക്കും ആ ഐറ്റംസ് ഒക്കെ അണുവിമുക്തമാക്കി വളരെ സ്റ്റെറൈലായി അല്ലെ, ഇനി പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവയായി മാറി. അപ്പൊ അവിടെ തിരിച്ച് നമുക്ക് ആ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടോ? തിരിച്ചുള്ള ഒരു ആരോ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തിരിച്ചുള്ള ഒരു ആരോ മാർക്ക് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് യൂണി ഡയറക്ഷണൽ. അതായത് ഒരു സോണിൽ നിന്നും മറ്റൊരു സോണിൽ എത്തിയ ഐറ്റംസിന് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്? ബാരിയറുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സോയിൽഡ് സോണിൽ നിന്നും ക്ലീൻ സോണിലേക്ക് വന്ന ഐറ്റംസിന് തിരിച്ച് സോയിൽഡ് സോണിലേക്ക് നമ്മൾ കടത്തിവിടില്ല. അതുപോലെ തന്നെ ക്ലീൻ സോണിൽ നിന്നും സ്റ്റെറിലൈസ്ഡ് സോണിലേക്ക് വന്നിരിക്കുന്ന ഐറ്റംസിനെ തിരിച്ച് നമ്മൾ എന്തിക്കില്ല? ക്ലീൻ സോണിലേക്ക് കടത്തിവിടില്ല. അതിനിടയിൽ ഒരു തടസ്സം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻസ് ഈ എന്ത് തമ്മിൽ മിക്സ് ആയി പോയി കഴിഞ്ഞാല് ഇൻഫെക്ഷൻസ് പിന്നെയും ആ വരുന്ന സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസിലേക്ക് അല്ലെങ്കിൽ ക്ലീൻഡ് ആയിട്ടുള്ള ഐറ്റംസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ബിറ്റ്വീൻ ഉള്ളതോ ഇൻ ബിറ്റ്വീൻ ഉള്ളത് ബാരിയർ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ അത് സോണുകളെ വേർതിരിച്ചടിച്ചിരിക്കുന്നത്. അത് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സോണിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ക്ലീൻ സോണിലേക്കോ അല്ലെങ്കിൽ സോയിൽഡ് സോണിലേക്കോ പിന്നെ ഐറ്റംസ് കടന്നു വരില്ല. അവിടെ ഒരു മിക്സിങ് നടക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കിയപ്പോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ഈ പ്ലാനിംഗ് ഓഫ് CSST-യില്. Okay, the materials or items from tainted and germ-free areas should not get mixed. So, ഈ items അതായത് പ്ലാനിംഗ് ഓഫ് CSST-യുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആ ഒരു പിക്ചർ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ ഐറ്റംസ് ഒന്നും എന്താണ്? ഇപ്പൊ tainted എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ് ആവുക അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഈ ഐറ്റംസും അതുപോലെ germ-free അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടുള്ള അണുവിമുക്തമാക്കിയ ഐറ്റംസും തമ്മിൽ മിക്സ് ആവുന്നുണ്ടോ? ഇവിടെ മിക്സ് ആവുന്നുണ്ടോ? ഇല്ല അല്ലെ, മിക്സ് ആവുന്നില്ല. മിക്സ് ആവാതിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. There should be physical fencing between soiled, clean and sterile zone. Physical fencing അല്ലെങ്കിൽ ബാരിയറുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മൾ ഈ 3 സോണുകളുടെ ഇടയിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സോയിൽഡ് സോണിനിടയിലും ക്ലീൻഡ് സോണിനിടയിലും സ്റ്റെറൈൽ സോണിനിടയിലും മൂന്നിനും ഇടയില് ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഉപയോഗിച്ച് നമ്മൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ദ റിസ്ക് ഓഫ് ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ് അല്ലെ. ഇൻഫെക്ഷൻസ് ക്രോസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫെക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറയ്ക്കാനായിട്ട്, അത് സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. Then the floor should be smooth. ഇനി ഒരു CSST ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് അല്ലെങ്കിൽ തെന്നി വീഴാത്ത രീതിയിലുള്ളവയായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലീൻ ഏരിയ, ആ ക്ലീൻ ചെയ്യുന്ന ഏരിയ ഷുഡ് ബി സസ്റ്റൈനബിൾ. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ഏരിയയിൽ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഏരിയ ഓഫ് വർക്ക് ചെയ്യുന്ന ഏരിയ എല്ലാം ഷുഡ് ബി മെയ്ഡ് ഓഫ് മാർബിളുകൾ കൊണ്ടോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിച്ചോ നിർമ്മിക്കാവുന്നതാണ്. Then the sterilization must be arranged for autoclaving by steam as well as by gas. ഇനി ഈ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ്
നമുക്ക് ഓട്ടോക്ലേവിംഗ് വഴി, അതായത് സ്റ്റീം അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടും നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ജസ്റ്റ് അത് എന്താണ്, രണ്ട് സ്റ്റീം ഉപയോഗിച്ചും ഗ്യാസ് ഉപയോഗിച്ചും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇനി പഠിക്കാനുണ്ട് അതിന്റെ ടൈപ്പുകളൊക്കെ. അപ്പൊ പ്ലാനിങ് ഓഫ് CSST എന്താ പറഞ്ഞേ, ഇവിടെ 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 സോണുകൾക്കിടയിലും ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ് പോലെയുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ആവാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നു. ഇനി ആ ഒരു ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കണം, തെന്നി വീഴാത്ത രീതിയിൽ നോൺ സ്കിഡ് ആയിരിക്കണം, കുറച്ച് പവർഫുൾ ആയിരിക്കണം. അതുപോലെ ക്ലീൻഡ് ഏരിയ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ മാർബിളോ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിച്ചോ നിർമ്മിക്കാവുന്നതാണ്. സ്റ്റെറിലൈസേഷൻ നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓട്ടോക്ലേവ് ഉപയോഗിച്ച് സ്റ്റീം, നീരാവി ഉപയോഗിച്ച് നമുക്ക് ഓട്ടോക്ലേവിംഗ് വഴി ചെയ്യാം. അല്ലെങ്കിൽ ഗ്യാസ്, കെമിക്കൽ ഗ്യാസുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇത്രയും ഓക്കെ ആയോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വർക്ക് ഫ്ലോ ഓഫ് CSST. വർക്ക് ഫ്ലോ കേട്ടാ, നോക്കിയേ വർക്ക് ഫ്ലോ എങ്ങനെയാന്നുള്ളത്. ഫസ്റ്റ് വരുന്നതാണ് റിസീപ്റ്റ്. നമ്മളൊരു CSST ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അത് പഠിക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ അവർ ആ റിസീപ്റ്റ് ചെയ്യുന്ന പറയുന്നത് ആ റിസീവ് ചെയ്യുന്ന ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും യൂസ്ഡ് ഐറ്റംസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ഏരിയയാണ് റിസീപ്റ്റ് ഏരിയ അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് കഴിഞ്ഞ റിസീവിംഗ്, അല്ലെ, സ്വീകരിക്കുന്ന ഏരിയ, അല്ലെ, എക്യുപ്മെന്റ്സ് ഒക്കെ സ്വീകരിക്കുന്ന ഏരിയ. അതിൽ നിന്നും അവിടേക്ക് നേരെ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ ആ ഒരു പ്രോസസ്സുകളിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ആ നേരെ ആ ഐറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വാങ്ങി സൂക്ഷിച്ചു. അതിനുശേഷം അതാത് ഐറ്റംസ് എന്ത് ചെയ്യുന്നു? റിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ റിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാല് കഴുകുക, അല്ലെ, ജസ്റ്റ് ഒന്ന് കഴുകുകയാണ്, റിൻസ് ചെയ്യാണ്, കഴുകുക. അതിനുശേഷം നല്ല രീതിയിലുള്ള ക്ലീനിങ് ചെയ്യുന്നു, ഒരു ഡീപ്പായിട്ട് ക്ലീനിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ വളരെ ജസ്റ്റ് ആദ്യം റിൻസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കഴുകുക മാത്രമാണ്. അപ്പൊ നമ്മൾ അതിനുശേഷം കുറച്ചും കൂടി ഡീപ്പായിട്ട് വളരെ വൃത്തിയായിട്ട് അത് എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്ത് എടുക്കുന്നു. അതിനുശേഷം അത് എങ്ങോട്ടാ പോകുന്നത്? ഡ്രൈയിങ് ചെയ്യുന്നു. ക്ലീൻ ചെയ്ത ഓരോ എക്യുപ്മെന്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രൈയിങ് ചെയ്യുന്നുണ്ട്, ഉണക്കുന്നുണ്ട്. അതിനുശേഷം അത് എങ്ങോട്ടാ പോകുന്നത്? ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിംഗ്. ഇനി ഉണക്കി നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ട്രേകളിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ചേമ്പറിനുള്ളിലേക്ക് ഇത് വെക്കുന്നത്. ട്രേകളിലാണ്, അതായത് ഓരോ ഐറ്റംസ് എടുത്ത് വെക്കാല്ല, ട്രേകളിൽ നിരത്തി അസംബിൾ ചെയ്യാനെന്താ നിരത്തി നല്ല കൃത്യമായിട്ട് വയ്ക്കുന്ന അങ്ങനെയാണ് നമ്മൾ അസംബിൾ ചെയ്യാന്ന് പറയുന്നത്, അല്ലെ, ചേർത്ത് വെക്കുന്നു. അപ്പൊ ചെക്കിംഗ് ആൻഡ് ട്രേ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന അതാത് ഐറ്റംസ് എല്ലാം ഇല്ലേ നമ്മൾ ഉൾപ്പെടുത്തി എല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ട്രേയിൽ അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി അതിനുശേഷം നമ്മൾ ആ ഒരു ട്രേ ചേമ്പർ എടുത്ത് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷന് വേണ്ടി, സ്റ്റെറിലൈസേഷൻ ഓട്ടോക്ലേവ് ആണെങ്കിൽ ഓട്ടോക്ലേവ്, ഏത് എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ലേബലിംഗ് ചെയ്യുന്നു. ലേബലിംഗ് ചെയ്യുന്ന എന്തിനു വെച്ച് കഴിഞ്ഞാല് അണുവിമുക്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ആ ഒരു ഡേറ്റ്, അതുപോലെ എത്ര ദിവസം നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാം, എക്സ്പയറി ഡേറ്റ് ഒക്കെ കാണിക്കില്ലേ, അതുപോലെ ആ സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റ് അത് എത്ര ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള ഒരു എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയാണ് ലേബലിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്നൊക്കെ തിരിച്ചറിയട്ടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താൽ മാറിപ്പോവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, അതിന്റെ ഏത് ദിവസമാണ് സ്റ്റെറിലൈസേഷൻ നടന്നത്, എക്സ്പയറി ഡേറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ലേബലിലേക്ക് വെക്കും. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മളിപ്പോൾ ഉള്ള ഒരു പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞു, അല്ലെ. അതിനുശേഷം അത് എന്ത് ചെയ്ത് വെക്കും? ക്ലീൻ ആയിട്ടുള്ള ബാഗുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്താ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവിടെ എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, അല്ലെ, വിതരണം ചെയ്യുന്നു.
ഇത്രയും ആ ഒരു വർക്ക് ഫ്ലോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ആദ്യം ഇവിടെ എന്താ വരുന്നത്, റിസീവ് ചെയ്യാണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന എക്യുപ്മെന്റ്സുകൾ വാങ്ങി ആ റിസീവിംഗ് ഏരിയയിൽ വാങ്ങി വെക്കുന്നു. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്യുന്നതിൽ കഴുകുന്നു. പിന്നീട് അത് നല്ല പ്രോപ്പർ ആയിട്ട് ശരിയായ രീതിയിൽ ഡിഷ് വാഷ് ചെയ്യാനായിട്ട് മെഷീനുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാനുവൽ ആയിട്ടൊക്കെ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഉണക്കിയെടുത്ത ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേകളിലായിട്ട് ചെക്ക് ചെയ്ത് ഓരോ ഐറ്റംസും ചെക്ക് ചെയ്തുകൊണ്ട് ട്രേകളിൽ അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ ഒരുക്കി വെക്കുന്നു. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നു. സ്റ്റെറിലൈസേഷൻ കൃത്യമാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലേബലിംഗ് ചെയ്യുന്നത് തിരിച്ചറിയാൻ വേണ്ടി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്, അതുപോലെ എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, എത്ര ദിവസം വരെ നമുക്ക് അവർ എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ലേബൽ ചെയ്തതിനു ശേഷം ക്ലീൻ ആയിട്ടുള്ള റാക്കുകൾ സ്റ്റോർ ചെയ്തതിന് വെച്ചതിന് ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത് നൽകുന്നു. ഇത്രയും ആ ഒരു വർക്ക് ഫ്ലോ CSSD സിമ്പിൾ അല്ലേ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി ഓരോ പ്രോസസ്സിലൂടെയും ഇത് കടന്നു പോകുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ഓർഗാനോഗ്രാം കൂടി ഒന്ന് നോക്കാം കേട്ടോ. വളരെ ചെറിയൊരു ഓർഗാനോഗ്രാം ആണ് CSSDയുടെ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. ഏറ്റവും മുകളിൽ വരുന്ന വ്യക്തി, ആ ഒരു ഓർഗാനോഗ്രാമിന്റെ ഏറ്റവും മുകളിൽ വരുന്ന വ്യക്തിയാണ് CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. അവരുടെ കീഴിൽ വരുന്നവരാണ് CSSD ടെക്നീഷ്യൻസ്. ഇനി CSSD ടെക്നീഷ്യൻസിന് കീഴിൽ വരുന്നവരാണ് CSSD അസിസ്റ്റന്റുകള്. CSSD അസിസ്റ്റന്റുകൾ കീഴിൽ വരുന്നവരാണ് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ എന്ന് പറയുന്നവര്. അതിന് കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. അപ്പൊ ഇത്രയും ഒരു 5 ആളുകളുടെ പേരാണ് നമുക്ക് ഈ ഒരു ഓർഗാനോഗ്രാം CSSDയുടെ ഓർഗാനോഗ്രാമിൽ പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഐഡിയ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലേ? നമ്മൾ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർഗാനോഗ്രാം പഠിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ഏതാണ് ആ ഒരു CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജറുടെ കീഴിൽ വരുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലോ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആയിട്ട് കൊടുക്കാം, ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനോഗ്രാമിന്റെ ആ ഒരു ഫ്ലോ തെറ്റിച്ച് തന്നിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് ഐഡന്റിഫൈ ചെയ്ത് ചൂസ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാം. ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഓർഗാനോഗ്രാം ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. അത് ആ ഒരു ഫ്ലോയിൽ, അതായത് CSSD ഇൻചാർജ് അല്ലെങ്കിൽ മാനേജറുടെ കീഴിൽ വരുന്നത് CSSD ടെക്നീഷ്യൻ ആണ്. ടെക്നീഷ്യന്റെ കീഴിൽ വരുന്ന ആരാന്ന് ചോദിച്ചാൽ അവരാണ് CSSD അസിസ്റ്റന്റുകളാണ്. അസിസ്റ്റന്റുകളുടെ കീഴിൽ വരുന്നവര് ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ. അതിന്റെ കീഴിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ ഒരു 5 പേര്, ആ ഒരു ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു CSSDയുടെ ഓർഗാനോഗ്രാം കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. അത് എങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ ആണോ ഓർഗാനോഗ്രാം? ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും വരെ വെച്ച് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ് CSSD. വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.